Meet the editors. ഹലോ, ഗുഡ് ഈവനിംഗ്. പ്രതിദിന വാർത്താ വിശകലന പരിപാടി മീറ്റ് ദി എഡിറ്റേഴ്സ് ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. തെരഞ്ഞെടുപ്പ് തോൽവിയിൽ സർക്കാരിലും പാർട്ടിയിലും തിരുത്തേണ്ടത് തിരുത്തുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. തെറ്റായ നിലപാട് പാർട്ടി വെച്ചു പൊറുപ്പിക്കില്ല, ജനങ്ങളാണ് അവസാന വാക്കെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. തിരഞ്ഞെടുപ്പിൽ തങ്ങൾ തോറ്റെന്ന കാര്യത്തിൽ സംശയമില്ല എന്ന് പറഞ്ഞു തുടങ്ങിയ MV ഗോവിന്ദൻ പാർട്ടിയിലും സർക്കാരിലും തിരുത്തലുകൾ വേണമെന്ന സൂചനയാണ് നൽകിയത്. LDF-നുണ്ടായ കനത്ത പരാജയം അപ്രതീക്ഷിതമായിരുന്നുവെന്നും UDF 18 സീറ്റിൽ വിജയിക്കുമെന്ന് പ്രതീക്ഷിച്ചില്ലെന്നും വെളിപ്പെടുത്തി. 18 സീറ്റ് UDF ജയിച്ചു എന്നുള്ളത് നമ്മൾ പ്രതീക്ഷിച്ചതല്ല. നമുക്ക് ജയിക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ച സീറ്റുകൾ നഷ്ടപ്പെട്ടു. അത് നല്ലപോലെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. തോൽവിയെ സംബന്ധിച്ച് സമഗ്രമായ പഠനം വേണമെന്നും താഴേത്തലം വരെ പരിശോധിച്ച് കാര്യകാരണങ്ങൾ ജനങ്ങളോട് പറയുമെന്നും ജനങ്ങളാണ് അവസാന വാക്കെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. സർക്കാരിലും പാർട്ടിയിലും തിരുത്തേണ്ടവ തിരുത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. തിരുത്തേണ്ട മുഴുവൻ കാര്യങ്ങളും ഫലപ്രദമായിട്ട് തിരുത്തും. അത് ഞങ്ങൾ തിരുത്തേണ്ടത് ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് തിരുത്തേണ്ട കാര്യം ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും സംബന്ധിച്ചും തുറന്ന മനസ്സോടെ ചർച്ച ചെയ്ത് ആവശ്യമായ തിരുത്തലുകൾ വരും. തെറ്റായ നിലപാട് പാർട്ടി വച്ചുപൊറുപ്പിക്കില്ല. ആവശ്യമായ തിരുത്തലുകൾ വരുത്തി പാർട്ടി മുന്നോട്ട് പോകും. തോൽവിയും വിജയവും അവസാന വാക്കല്ല. തൃശൂരിൽ കോൺഗ്രസിന്റെ 86,000 വോട്ട് നഷ്ടപ്പെട്ടുവെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. റിപ്പോർട്ടർ, തൃശൂർ. ചോദ്യം ഇതാണ്: CPM പാഠം പഠിക്കും. ഈ ചർച്ചയിൽ ശ്രീ ഉണ്ണി ബാലകൃഷ്ണനും സ്മൃതി പരുത്തിക്കാടിനും എനിക്കും സുജയ പാർവതിക്കുമൊപ്പം MV നികേഷ് കുമാർ കൂടി പ്രേക്ഷകർക്കൊപ്പം ചേരുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്നുമാണ് MV നികേഷ് കുമാർ പ്രേക്ഷകർക്കൊപ്പം ചേരുന്നത്. ഞാൻ ആദ്യം MV നികേഷ് കുമാറിലേക്ക് പോകാം. MV നികേഷ് കുമാർ, തിരഞ്ഞെടുപ്പിൽ നമ്മൾ തോറ്റു, നല്ലതുപോലെ തോറ്റു എന്ന പ്രസംഗമാണ് ഇപ്പോൾ ചർച്ചയായിരിക്കുന്നത്. CPM പാഠം പഠിക്കുമോ എന്നാണ് ചോദ്യം. തീർച്ചയായും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഡോക്ടർ അരുൺ, തോൽവി ഏറ്റുവാങ്ങിയത് LDF ആണ് എന്നാണല്ലോ പൊതുവെ കരുതപ്പെടുന്നത്. UDF ജയിച്ചു, BJP ശക്തമായ മുന്നേറ്റമുണ്ടാക്കി. ഈ സാഹചര്യത്തിലാണ് കേരളം LDF-നോട്, പ്രത്യേകിച്ച് CPIM-നോട് പാഠം പഠിക്കുമോ എന്നുള്ള ചോദ്യം ചോദിക്കുന്നത്. അത് നല്ലപോലെ തോറ്റു എന്ന് കൺസീഡ് ചെയ്തുകൊണ്ട് MV ഗോവിന്ദൻ മാസ്റ്റർ ഏതൊക്കെ മേഖലകളിലാണ് തിരുത്തലുകൾ വരുത്തേണ്ടത് എന്നുകൂടി കഴിഞ്ഞ ദിവസത്തെ പ്രസംഗത്തിൽ വ്യക്തമാക്കുകയുണ്ടായി. നമുക്ക് ഞാനിതിനെ ഒരു വ്യത്യസ്തമായ രൂപത്തിലാണ് കാണുന്നത്. BJP ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായ മുന്നേറ്റം ഉണ്ടാക്കി. നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. 20% വോട്ട് നേടുന്ന സാഹചര്യം ഉണ്ടായി. തൃശ്ശൂരിൽ ജയിച്ചു, ആധികാരികമായി ജയിച്ചു. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ BJP ജയത്തിനോടടുത്തുള്ള തോൽവിയാണ് ഏറ്റുവാങ്ങിയിട്ടുള്ളത്. തൊട്ടടുത്ത ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ 3ാം സ്ഥാനത്തായെങ്കിലും ഒരു വള്ളപ്പാട് അകലെയൊന്നും ആയിരുന്നില്ല V മുരളീധരൻ. ആ ലോക്സഭാ മണ്ഡലത്തിൽ നേരത്തെ 2019 മത്സരിച്ചിരുന്ന ശോഭാ സുരേന്ദ്രനായിരുന്നു ആവർത്തിക്കപ്പെട്ടതെങ്കിൽ ഒരുപക്ഷെ ആറ്റിങ്ങലിൽ സ്ഥിതി വ്യത്യസ്തമായേനെ. അപ്പോൾ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലാണെങ്കിലോ രാജീവ് ചന്ദ്രശേഖരൻ എന്ന വരത്തനെ നിയോഗിച്ചതിലൂടെ സ്വാഭാവികമായി BJP-യിലേക്ക് ഒഴുകിയെത്തേണ്ട പല വോട്ടുകളും ചിലപ്പോൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം. തിരുവനന്തപുരത്ത് ഒരു മെച്ചപ്പെട്ട സ്ഥാനാർത്ഥിയായിരുന്നുവെങ്കിൽ, ആളുകൾക്ക് താതാത്മ്യം പ്രാപിക്കാൻ കഴിയുന്ന പൂർണ്ണ മലയാളിയായിട്ടുള്ള ഒരു ആയിരുന്നുവെങ്കിൽ, ആറ്റിങ്ങലിൽ ശോഭാ സുരേന്ദ്രനായിരുന്നെങ്കിൽ ഒരുപക്ഷെ 3 ലോക്സഭാ സീറ്റുകൾ വരെ BJP-യെ സംബന്ധിച്ചിടത്തോളം നേടാൻ കഴിയുമായിരുന്നു. പക്ഷേ BJP-യിലെ ഉഗ്രവിഭാഗീയത, അതുപോലെ തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിലെ അപാകത, ഇതൊക്കെയാണ് BJP-യെ സംബന്ധിച്ചിടത്തോളം 3 സീറ്റ് നേടാൻ കഴിയാതെ പോയ ഒരു സാഹചര്യം ഉണ്ടാക്കിയത് എന്ന് ഞാൻ കരുതുന്നു. എങ്കിൽ പോലും 20% വോട്ട് നേടാൻ കഴിഞ്ഞു എന്നുള്ളത് BJP-യെ സംബന്ധിച്ചിടത്തോളം കുതിച്ചുകയറ്റമാണ്. അതാണ് കഴിഞ്ഞ ദിവസം CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീ MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത്. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ 10% വോട്ടിൻ്റെ വളർച്ച, വെറും 10% കിടന്നിടത്തു നിന്ന് 20%-ലേക്ക് BJP-യുടെ വോട്ട് വളർച്ച വളരെ ഗൗരവമുള്ള വിഷയമാണ് എന്നുള്ളതാണ്. നോക്കൂ, അതോടൊപ്പം തന്നെയാണ് നമ്മൾ കാണേണ്ടത് കേരളത്തിലെ ഈ
ജാതി മത സംഘടനകൾ എന്ത് നിലപാടാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്വീകരിച്ചിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് SNDP യോഗം NSSനെയും ഇടതുപക്ഷം എല്ലാ കാലഘട്ടത്തിലും കാണുന്നത് വർഗീയ ശക്തികളെ തടഞ്ഞു നിർത്താൻ ഈ ജാതി സംഘടനകൾക്ക് കഴിഞ്ഞിട്ടുണ്ടെന്ന്. അപഭ്രംശങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം, എങ്കിൽ പോലും പൊതുവായി അവയുടെ സാന്നിധ്യം പ്രത്യേകിച്ച് BJP പോലുള്ള രാഷ്ട്രീയ പാർട്ടികളെ കേരളത്തിലേക്ക് നുഴഞ്ഞു കയറുന്നതിൽ തടസ്സം നിന്നിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ച് SNDP യോഗം സ്വീകരിച്ചിട്ടുള്ള നിലപാട് വളരെ പ്രധാനപ്പെട്ടതാണ്. SNDP യോഗത്തിൻ്റെ മുഴുവൻ മെഷീനറിയും ഇത്തവണ പ്രവർത്തിച്ചിട്ടുള്ളത് BJPക്ക് വേണ്ടിയിട്ടാണ്. നമുക്കറിയാം, BDJS എന്ന രാഷ്ട്രീയ പാർട്ടി വെള്ളാപ്പള്ളി നടേശൻ്റെ കാർമ്മികത്വത്തിൽ രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത് ഈഴവ വിഭാഗങ്ങളെ BJPയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ വഴിമധ്യേ പല തടസ്സങ്ങളും വെള്ളാപ്പള്ളി നടേശൻ നേരിടുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ BDJSന് അതിൻ്റെ പൂർണ്ണമായ ഉദ്ദേശലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാൻ സാധിച്ചില്ല. എന്നാൽ തുഷാർ വെള്ളാപ്പള്ളി എന്ന സ്വന്തം മകനെ SNDP യോഗത്തിൻ്റെ പ്രധാനപ്പെട്ട വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞാലുള്ള ഭാരവാഹി ഈ പറയുന്ന BDJS എന്ന രാഷ്ട്രീയ പാർട്ടിയിലൂടെ ഈഴവരെ തീയരെ BJPയുടെ പെട്ടിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നിരന്തര ശ്രമം നടത്തി. SNDP യോഗത്തിൻ്റെ SN ട്രസ്റ്റിൻ്റെ പ്രധാനപ്പെട്ട മറ്റൊരു ഭാരവാഹി കൂടിയായിട്ടുള്ള ആളാണ് വെള്ളാപ്പള്ളി നടേശൻ്റെ ഭാര്യ. വെള്ളാപ്പള്ളി നടേശൻ്റെ ഭാര്യ ഇത്തവണ ശോഭാ സുരേന്ദ്രന് വേണ്ടി ആലപ്പുഴയിൽ നടന്ന് വോട്ട് പിടിച്ചിട്ടുള്ള ആളാണ്. അങ്ങനെ നോക്കിയാൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാ തരത്തിലും പൂർണ്ണമായും മെഷീനറി SNDP യോഗത്തിൻ്റെ BJPക്ക് വേണ്ടി ഉപയോഗിക്കപ്പെട്ടു എന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അവിടെ കായംകുളം പോലുള്ള സാമ്പിളുകൾ നമ്മുടെ മുന്നിലുണ്ട്. കായംകുളം മാത്രമല്ല എന്ന് പറയാം, നമ്മൾ നിരവധി തവണ ചർച്ച ചെയ്തതായതുകൊണ്ട് ഞാൻ ഓരോ നിയമസഭാ മണ്ഡലവും ഓരോ പ്രദേശവും എടുത്തു പറയുന്നില്ല. അവിടെയൊക്കെ തന്നെയും വോട്ട് ചോർച്ച ഉണ്ടായത്, BJPക്ക് വലിയ തോതിൽ വോട്ട് കൂടിയത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് എന്നുള്ളതാണ്. ഇനി അത് SNDP യോഗത്തിൻ്റെ കാര്യമാണ് എങ്കിൽ ഇപ്പോൾ മറുഭാഗത്ത് UDFന് വേണ്ടി ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടി, SDPI, ഈ സംഘടനകൾ UDFിലെ ഒരു ഘടകകക്ഷികളെ പോലെയോ അല്ലെങ്കിൽ അതിനേക്കാളുമേറെയോ ആത്മാർത്ഥതയോടുകൂടി UDFന് വേണ്ടി പ്രവർത്തിച്ചു എന്ന് മാത്രമല്ല, അവർ വിജയം ഉറപ്പുവരുത്തി UDFിൻ്റെ. അതിനുശേഷമുള്ള ഈ ജമാഅത്തെ ഇസ്ലാമിയുടെയും അതുപോലെ തന്നെ SDPIയുടെയും ഒക്കെ തന്നെയും പൊളിറ്റിക്കൽ പോസ്റ്ററിങ് നോക്കിയാൽ അറിയാം, ഞങ്ങൾ ഉള്ളതുകൊണ്ട് നോക്കൂ UDFിൻ്റെ വിജയം ഇത്ര വോളിയത്തിൽ വന്നു എന്ന് അവർ നിരന്തരമായി നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിം ലീഗ് ഒരു ഘട്ടത്തിൽ വളരെ നിർണായകമായ റോൾ എടുത്തിരുന്നു ഇത്തരം സംഘടനകളെ അടുപ്പിക്കാതിരിക്കുക. അവരുടെ വോട്ട് പല ഘട്ടങ്ങളിലും UDFിനെ സംബന്ധിച്ചിടത്തോളം ആവശ്യമായി വന്ന സമയത്ത് കോൺഗ്രസ് അത്തരം കക്ഷികളുടെ പിന്തുണ തേടിയ സമയത്തും മുസ്ലിം ലീഗായിരുന്നു അതിന് തടസ്സം നിന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ നോക്കുക, മുസ്ലിം ലീഗ് ഇവരെയൊക്കെ അംഗീകരിക്കുന്ന നില എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ SNDP യോഗം, ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടി, SDPI, ഇപ്പോൾ ഇനി വേണമെങ്കിൽ NSSും ഏതാണ്ട് UDFിൻ്റെ പടിവാതിൽക്കൽ നിൽക്കുകയാണെങ്കിൽ തന്നെയും പല ഘട്ടങ്ങളിലും ചില വിട്ടുവീഴ്ചകൾ ചെയ്യുന്നതായി നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇത്തരം സംഘടനകളൊക്കെ തന്നെയും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലെടുത്തിട്ടുള്ള നിലപാടുകൾ അപകടകരമായ നിലപാടാണ് എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട വാദം. നമുക്ക് അവിടെ പിന്നീട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായിട്ടുള്ള സംഭവവികാസങ്ങൾ നോക്കാം. SNDP യോഗം ജനറൽ സെക്രട്ടറി, നമ്മൾ അത് അടുത്ത ഘട്ടത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട്, ചില പരാമർശങ്ങൾ നടത്തുകയും അതിനെതിരായി നിലയുറപ്പിക്കുന്നത് ഈ പറയുന്ന വെൽഫെയർ പാർട്ടിയോ അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടിയുടെ പ്രസിദ്ധീകരണങ്ങളോ മറ്റ് മുസ്ലിം സംഘടനകളോ ഒക്കെ തന്നെയാണ്. അപ്പോൾ ഈ നിലയിൽ രണ്ട് ചേരികളായി നിന്നുകൊണ്ട് പരസ്പരം ആക്രമിക്കുകയും പരസ്പര വളർച്ചയ്ക്ക് പരസ്പര പൂരകങ്ങളാവുകയും ചെയ്യുന്ന പ്രത്യേക സാഹചര്യമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയും അദ്ദേഹത്തിൻ്റെതായ വർഗീയ ചിന്താഗതിയിൽ ഉള്ളതാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ആ വർഗീയ ചിന്താഗതിക്ക് കുറച്ചുകൂടി സമൂഹത്തിൽ വേരോട്ടം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് മറുപക്ഷത്തുള്ള മുസ്ലിം സംഘടനകൾ സ്വീകരിക്കുന്നത് എന്ന് നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ പിന്നെ CPMനെ സംബന്ധിച്ചിടത്തോളം പരാജയപ്പെട്ട പാർട്ടി CPM ആണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. മുന്നണി
LDF ആണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. സ്വാഭാവികമായിട്ടും 2019 2021 നമ്മുടെ മുന്നിലുണ്ട്. നിരവധി നിയമസഭാ തെരഞ്ഞെടുപ്പുകളും തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലും വ്യത്യസ്തമായ ഫലങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ കാണേണ്ടതാണ്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ തന്നെ പ്രസംഗത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളതുപോലെ ഭരണപരമായിട്ടുള്ള മുൻഗണനാക്രമം മാറ്റിയെടുക്കേണ്ടി വരും എന്നുള്ളതാണ്. അതായത് ഈ 2016 LDF-ന്റെ ഒന്നാം സർക്കാർ, അതായത് പിണറായി വിജയന്റെ ഒന്നാം സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പം ക്ഷേമ പെൻഷൻ 62 ലക്ഷം പേർക്ക് ക്ഷേമ പെൻഷൻ നൽകുന്നു. ആ ക്ഷേമ പെൻഷൻ ഒരു അവകാശമായി ജനങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത് 2016 മുതലാണ് എന്ന് നമുക്ക് കാണാം. ആ അവകാശം തങ്ങൾക്ക് കിട്ടാതാകുമ്പോൾ ഇപ്പോൾ 5 മാസത്തെ പെൻഷൻ, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് 5 മാസത്തെ പെൻഷൻ ഡ്യൂ ആവുകയാണ്. 2 മാസത്തെ പെൻഷൻ ആളുകളുടെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ 3 മാസത്തെ പെൻഷൻ കിട്ടാനുണ്ട് എന്നാണ് അവർ പറയുന്നത്. അതല്ലാതെ 2 മാസത്തെ പെൻഷൻ കിട്ടിയെന്നല്ല. അപ്പോൾ ആ ഘട്ടത്തിൽ CPM സംസ്ഥാന സമിതി യോഗം ചേർന്നത് നമുക്കറിയാം. 2 മാസത്തെ പെൻഷൻ കൊടുത്തുകൊണ്ട് ആളുകൾക്ക് അക്കാര്യത്തിലുള്ള അതൃപ്തി നീക്കിയെടുക്കാൻ സാധിക്കും എന്നുള്ളതായിരുന്നു CPM-ന്റെ പ്രതീക്ഷ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മറ്റെല്ലാ ചെലവുകളും മാറ്റിവെച്ച് 2 മാസത്തെ ക്ഷേമ പെൻഷൻ കൊടുത്തത്. പക്ഷേ 2 മാസത്തെ ക്ഷേമ പെൻഷൻ കയ്യിലേക്ക് വെച്ച് നീട്ടുമ്പോൾ ആ കയ്യിലേക്ക് കിട്ടുന്നയാൾ പറയുന്നത് 3 മാസത്തേത് ബാക്കിയുണ്ട് എന്നാണ്. അപ്പോൾ ആ നിലയിൽ ക്ഷേമ പെൻഷൻ ഒരു അവകാശമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തേത് സപ്ലൈകോ. നോക്കൂ, 2016 പിണറായി വിജയൻ അധികാരത്തിലേറിയതിനു ശേഷമാണ് സപ്ലൈകോയിലെ 14 ഇനങ്ങൾക്ക് വില വർദ്ധിക്കില്ല എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അത് അനുസ്യൂതം ഉപഭോക്താക്കൾക്ക് ലഭിക്കും എന്ന് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അത് എവിടെയൊക്കെയോ വെച്ച് സാമ്പത്തിക പരാധീനതകൾക്കിടയിൽ താളം തെറ്റി. ഉത്സവ സീസണുകളിൽ പോലും ഇത് നൽകാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി. നമ്മൾ തന്നെ എത്ര തവണ അത് മണിക്കൂറുകളോളം കവർ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആ സാഹചര്യം, അതായത് ആളുകളെ സംബന്ധിച്ചിടത്തോളം സപ്ലൈകോ ഒരു അവകാശമായിരിക്കുന്നു. അവർക്ക് ആ അവകാശം ലഭിക്കണം. അവരുടെ ശരിയായ ന്യായമായ അവകാശം തന്നെയാണത് എന്ന കാര്യത്തിൽ തർക്കമില്ല. അത് ഏതെങ്കിലും സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ മാറ്റിവെക്കാൻ സംസ്ഥാന സർക്കാർ തുനിഞ്ഞാൽ അപ്രീതി ഉണ്ടാകും, നിങ്ങൾക്കെതിരെ വോട്ട് ചെയ്യും. അതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇനി ആരോഗ്യ മേഖലയിൽ ആളുകൾക്ക് മരുന്ന്, ആരോഗ്യ മേഖലയിലുള്ള മാറ്റവും നമുക്കറിയാവുന്നതാണ്. സർക്കാർ ആശുപത്രികളെ കൂടുതൽ പേർ ഇപ്പോൾ ആശ്രയിക്കുന്നുണ്ട്. സർക്കാർ ആശുപത്രികളിലേക്ക് എത്തുമ്പോൾ ഇഞ്ചക്ഷൻ ഇല്ലെങ്കിൽ, മരുന്നില്ലെങ്കിൽ, സ്റ്റെന്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്കെതിരായിട്ടുള്ള ജനവികാരം ഉണ്ടാവും. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ മാറ്റം വരണം. അതായത് പഴയതുപോലുള്ള സ്ഥിതിവിശേഷത്തിലേക്ക് എത്തണം. വലിയ നിലയിൽ പ്രയോറിറ്റിയിൽ മാറ്റം വരുത്തണം. ആ പ്രയോറിറ്റിയിൽ മാറ്റം വരുത്തണം എന്ന് ഞാൻ പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ അത് കൃത്യമായി കഴിഞ്ഞ ദിവസം പാർട്ടി സെക്രട്ടറിയുടെ പ്രസംഗത്തിലുണ്ട് എന്നുള്ളതാണ്. അത് സ്വാഭാവികമായിട്ടും ഇനി വരാനിരിക്കുന്ന 5 ദിവസങ്ങളിലെ CPM-ന്റെ സെക്രട്ടേറിയറ്റ് സംസ്ഥാന സമിതി യോഗത്തിൽ വിശദമായി ചർച്ച ചെയ്യുമെന്ന് ഞാൻ കരുതുകയാണ്. വൻകിട പദ്ധതികൾക്ക് പിന്നാലെ പോകാനുള്ള ലക്ഷറി ഇന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനില്ല. കാരണം വലിയ നിലയിൽ സാമ്പത്തിക പരാധീനത കേന്ദ്ര സർക്കാർ ഞെരുക്കുന്നതിലൂടെ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ നമുക്ക് തർക്കമില്ല എന്നുള്ളതാണ്. ഏതായാലും പിന്നെ സംഘടനാപരമായിട്ടുള്ള മാറ്റം, സംഘടനാപരമായി വലിയ രീതിയിൽ മാറ്റം വരുത്തേണ്ടതുണ്ടെന്ന് ആ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ പറയുകയാണ്. അതായത് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ പ്രവണത മുതലാളി തുടരുന്നു. ഉണ്ണി ബാലകൃഷ്ണൻ, പാഠം പഠിക്കുമോ? പാഠം പഠിക്കണം. പഠിക്കേണ്ടതായ ഒട്ടേറെ പാഠങ്ങളുണ്ട്. പാഠം പഠിക്കും എന്ന് തന്നെയാണല്ലോ ഇന്നലെയും ഇന്നുമായിട്ട് MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ എന്തു പാഠമാണ് ഇടതുപക്ഷം ഈ തിരഞ്ഞെടുപ്പിൽ പഠിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായിട്ട് ഞാൻ കരുതുന്നത്. നമുക്കറിയാമല്ലോ, ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ നിശ്ചയമായും ഒരു പിണറായി സർക്കാർ വിരുദ്ധ തരംഗമുണ്ടായിരുന്നു, ഒരു ആൻറ്റി ഇൻകംബൻസി ഫാക്ടർ ഉണ്ടായിരുന്നു. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ ഈ സർക്കാർ വിരുദ്ധ തരംഗമാണോ ഇടതുപക്ഷത്തിൻ്റെ പരാജയത്തിൻ്റെ കാരണമെന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മൾ വിചാരിക്കുക, ക്ഷേമ പെൻഷൻ കൃത്യമായി കൊടുത്തിരുന്നു, ഉച്ചക്കഞ്ഞി വിതരണം മുടങ്ങിയിരുന്നില്ല, സപ്ലൈകോയിൽ എല്ലാ സാധനങ്ങളും ലഭ്യമായിരുന്നു. ഈ രീതിയിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു ഇടതുപക്ഷ സർക്കാർ എന്ന് വെറുതെ വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ഇടതുപക്ഷത്തിനൊരു സ്വീപ്പിംഗ് വിക്ടറി ഉണ്ടാകുമായിരുന്നില്ല എന്നാണ് എൻ്റെ നിലപാട്. അതിൻ്റെ കാരണം വളരെ കൃത്യമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ വിശദീകരിച്ചിട്ടുണ്ട്. നോക്കൂ, ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി രാജ്യത്ത് അധികാരത്തിൽ വരണം, അതുകൊണ്ട് കോൺഗ്രസ് തന്നെയാണ് കൂടുതലായും ഇവിടെ നിന്ന് ജയിക്കേണ്ടത് എന്നൊരു പൊളിറ്റിക്കൽ ഡിസിഷൻ കേരളത്തിലെ വോട്ടർമാരെടുത്തിരുന്നു. ഇപ്പോൾ ഹിന്ദു ദിനപത്രം ആഫ്റ്റർ പോൾ സർവേ നടത്തിയിരുന്നു, അല്ലേ? ഇപ്പോൾ ലോക്നീതി CSDSൻ്റെ ഒരു സർവേ വന്നിരുന്നു. ആ സർവേയിൽ അവർ കണ്ടെത്തിയിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഈ വോട്ടിങ്ങിനെ സർക്കാർ വിരുദ്ധ തരംഗം ആകപ്പാടെ സ്വാധീനിച്ചത് 23%
മാത്രമാണ്. 70% ആളുകളും കേരളത്തിൽ തീരുമാനമെടുത്തിരുന്നത് രാജ്യത്ത് നരേന്ദ്രമോദി അധികാരത്തിൽ വരരുത് എന്നാണ്. അതുകൊണ്ട് അവർ കോൺഗ്രസിനെ ജയിപ്പിക്കാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് കോൺഗ്രസിന് ഇത്രയും വലിയൊരു വിക്ടറി ഉണ്ടായിട്ടുള്ളത്. അത് വളരെ യുക്തിപരമായ ഒരു നിരീക്ഷണം തന്നെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ പറയുന്ന എല്ലാ പെൻഷൻ കൊടുക്കുകയും അവശ്യ സാധനങ്ങളുടെ ലഭ്യത ഉറപ്പാക്കുകയും മരുന്നുറപ്പാക്കുകയും ഉച്ചക്കഞ്ഞി വിതരണം നടത്തുകയും ഒക്കെ ചെയ്താൽ കൂടിയും ഇപ്രാവശ്യം കേരളത്തിലെ ജനങ്ങൾ തിരഞ്ഞെടുക്കുക UDFിൻ്റെ ആളുകളെ തന്നെയായിരുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതിന് മറ്റൊരു കാരണം കൂടി ഞാൻ പറയാം. ഇപ്പോൾ ഉദാഹരണത്തിന് 2019 CPMൻ്റെ വോട്ട് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 25.97%. 2024 CPMൻ്റെ വോട്ട് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 25.82%. അതായത് കേവലം 0.15% വളരെ നെഗ്ലിജിബിൾ ആയിട്ടുള്ള ഒരു 0.15% ഒരു ലോസ് മാത്രമാണ് CPM ഉണ്ടായിരിക്കുന്നത്. ഇനിയിപ്പോൾ വളരെ ശക്തമായി ആൻറ്റി ഇൻകംബൻസി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ UDFിൻ്റെ വോട്ട് പെർസെൻറ്റ് വലിയ രീതിയിൽ ഉയരണം. അത് ഉയർന്നിട്ടില്ല. ഇപ്പം കഴിഞ്ഞ തവണ 2019 37.46 ആയിരുന്നു UDFിൻ്റെ കോൺഗ്രസിൻ്റെ വോട്ട് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. അതിപ്രാവശ്യം 35 കുറഞ്ഞിരിക്കുകയാണ്. 2% കുറവാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പം ആൻറ്റി ഇൻകംബൻസി മൂലമാണ് വലിയ രീതിയിൽ ഇടതുപക്ഷത്തിന് പരാജയം ഉണ്ടായിരിക്കുന്നതെന്ന് വിലയിരുത്തിയാൽ ഒരു പക്ഷേ യഥാർത്ഥത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അണ്ടർ കറൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിനകത്ത് നമ്മൾക്ക് വീഴ്ച വരുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് രാഷ്ട്രീയ യാഥാർത്ഥ്യം മനസ്സിലാക്കണമെങ്കിൽ കുറച്ചുകൂടി വിശാല അർത്ഥത്തിൽ ഈ വിഷയങ്ങളെ പരിശോധിക്കുന്നതുകൊണ്ട് ഏതായാലും ഈ കണക്കുകളൊന്നും തന്നെ ആൻറ്റി ഇൻകംബൻസി കൊണ്ടാണ്, പിണറായി വിജയൻ്റെ സർക്കാർ പ്രവർത്തിക്കുന്നതിനോടുള്ള വിദ്വേഷമോ എതിർപ്പോ കൊണ്ടാണ് ഈ 18 സീറ്റിലെ UDFിൻ്റെ വിജയം എന്ന് വിലയിരുത്തിയാൽ യഥാർത്ഥ രാഷ്ട്രീയ കാരണം കണ്ടെത്തപ്പെടാതെ പോകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഗോവിന്ദ മാസ്റ്റർ എന്ന് പറയുന്നുണ്ടായിരുന്നു, സർക്കാരിനെ തിരുത്തേണ്ടയിടത്ത് തിരുത്തും, സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തണമെങ്കിൽ മെച്ചപ്പെടുത്തും. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പരിഹരിച്ചുകൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സ്ഥിതിയിലാണോ ഇന്ന് ഇടതുപക്ഷം കേരളത്തിലുള്ളതെന്നുള്ളതാണ് പ്രശ്നം. അതുകൊണ്ട് ഈ പറയുന്ന സർക്കാരിൻ്റെ മുഖം മിനുക്കലിനൊക്കെ അപ്പുറത്ത് മറ്റ് ചില രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വന്നിട്ടുണ്ട്. മാത്രമല്ല വളരെ പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ ഇപ്പം 4% വോട്ട് BJPക്ക് അധികമായി വരുന്നു. 2.18% വോട്ടാണ് കഴിഞ്ഞ തവണത്തേതിൽ നിന്ന് കോൺഗ്രസിന് നഷ്ടം വന്നിരിക്കുന്നത്, UDFിന് നഷ്ടം വന്നിരിക്കുന്നത് ആകെ. അതേപോലെ 1.81% ഇടതുപക്ഷത്തിന് കുറവ് വന്നിരിക്കുന്നത്. രണ്ടും കൂടി ചേർത്താൽ ഏറെക്കുറെ 4%. ഇപ്രാവശ്യം 3.7% വോട്ടാണ് BJPക്ക് ആകെ വർദ്ധിച്ചിരിക്കുന്നതെന്ന് കാണാം. അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന കോൺഗ്രസിൽ നിന്നും അല്ലെങ്കിൽ UDFിൽ നിന്നും അതുപോലെ തന്നെ CPMൽ നിന്നും ഇടതുപക്ഷത്തിൽ നിന്നും ഒരുപോലെ വോട്ട് പുറത്തേക്ക് പോയിരിക്കുന്നു. ആ പോയിരിക്കുന്ന വോട്ടുകൾ ചെന്ന് ചേർന്നിരിക്കുന്നത് BJP ക്യാമ്പിലായിരിക്കുന്നു എന്ന് മാത്രമല്ല 11 മണ്ഡലങ്ങളിൽ നമുക്കറിയുന്നത് പോലെ BJP ഒന്നാം സ്ഥാനത്താണ്. അത് കൃത്യമായും തൃശ്ശൂരിലെ 7 മണ്ഡലങ്ങളും അതുപോലെ ആറ്റിങ്ങലിലെ 1 മണ്ഡലവും അതുപോലെ തിരുവനന്തപുരത്ത് 3 മണ്ഡലങ്ങളും. ആ 11 മണ്ഡലങ്ങളിലാണ് BJP ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ തവണയും ഇതേപോലെയൊക്കെ തന്നെയായിരുന്നു. കഴിഞ്ഞ തവണ 2019 3 മണ്ഡലങ്ങളിൽ തിരുവനന്തപുരത്ത് വളരെ മുന്നിലായിരുന്നു BJP. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് റിഫ്ലക്റ്റ് ചെയ്തില്ല. ഞാൻ വിചാരിക്കുന്നില്ല അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ഈ ഉണ്ടായിരിക്കുന്ന 11 മണ്ഡലങ്ങളിൽ ഒന്നാമതെത്തിയ വിജയം അതേപോലെ തന്നെ നിയമസഭയിലും ആവർത്തിക്കുമെന്ന്. പക്ഷേ ഞാൻ ഭയക്കുന്നൊരു കാര്യം, അതാണ് ഈ രാഷ്ട്രീയ യാഥാർത്ഥ്യം എന്ന് ഞാൻ പറയുന്നത്. ആലപ്പുഴയിൽ ഹരിപ്പാട് മണ്ഡലത്തിൽ എത്രയാണെന്നറിയാമോ NDAയും UDFും തമ്മിലുള്ള വ്യത്യാസം? 1315 വോട്ട്. അതേപോലെ തന്നെ കായംകുളത്ത് NDAയും UDFും തമ്മിലുള്ള വ്യത്യാസം നിയമസഭാ മണ്ഡലത്തിൽ 2196 വോട്ട്. വർക്കലയിൽ LDFും NDAയും തമ്മിലാണ് മത്സരം. അവിടെ 5114 വോട്ട്. ഇനിയിപ്പോൾ അടിയന്തരമായി വരാൻ പോകുന്നതാ ഈ പറയുന്ന പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പാണ്. അവിടെ 9000 വോട്ടിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ BJP എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഈ 2 മുന്നണികളിൽ നിന്നും വോട്ട് പിടിച്ചുകൊണ്ട് മുന്നേറുന്നു എന്ന് മാത്രവുമല്ല, ഇവിടെ എല്ലാ ബൂത്തുകളിലും നരേന്ദ്രമോദിക്ക് അനുകൂലമായി വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് ചെറിയ രീതിയിലല്ല, ചില മണ്ഡലങ്ങളിലെങ്കിലും വലിയ മുന്നേറ്റം BJP ഉണ്ടാക്കിയിരിക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ആൻറ്റി ഇൻകംബൻസി എന്നൊക്കെയുള്ള ഫാക്ടേഴ്സിനപ്പുറം ഈ പറയുന്ന വലിയൊരു ആശയപരമായ ഷിഫ്റ്റ് കേരള സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ആ യാഥാർത്ഥ്യത്തെയാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. അവിടെയാണ് ഈ പറയുന്ന ഈ CSDSൻ്റെ സർവേയിൽ പറയുന്ന 45% നായർ വോട്ടുകൾ ഇപ്രാവശ്യം BJPയിലേക്ക് പോയിരിക്കുന്നു. 33% ഈഴ വോട്ടുകൾ ഇപ്രാവശ്യം BJPയിലേക്ക് പോയിരിക്കുന്നു. നോക്കൂ, ഇതൊരു ചെറിയ കാര്യമല്ല. ഈ പറയുന്ന മുന്നാക്ക ഹിന്ദു വിഭാഗങ്ങളെയും അതേപോലെ തന്നെ പിന്നാക്ക ഹിന്ദു വിഭാഗങ്ങളെയും ഒരുപോലെ ആകർഷിക്കുന്നതിൽ BJP വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 33% ഈഴവ് വോട്ടുകൾ അവർക്ക് സമാഹരിക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ കഴിഞ്ഞ ചർച്ചകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, BJPയുടെ പൊളിറ്റിക്കൽ പ്രോജക്റ്റ് ആയിരുന്നു യഥാർത്ഥത്തിൽ BDJS എന്ന് പറയുന്നത്. SNDPയുടെ ഒരു പദ്ധതി ആയിരുന്നില്ല അത്. വെള്ളാപ്പള്ളി നടേശൻ അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടാക്കുന്നതിന് എതിര് പോലുമായിരുന്നു.
അപ്പോൾ BJP-യാണ് BDJS എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ വിഭാവന ചെയ്യുന്നത്. ആ BDJS ആദ്യകാലത്ത് നടന്ന തെരഞ്ഞെടുപ്പുകളിലൊന്നും ഒരു ഇളക്കവും സൃഷ്ടിച്ചിട്ടില്ല. അവരുടെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് 2014 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. അതിൽ 4% വോട്ടാണ് അവർ പിടിച്ചിരുന്നതെങ്കിൽ 2019-ലും 2021-ലും അവരുടെ വോട്ടിംഗ് ശതമാനം എന്ന് പറയുന്നത് 2% താഴെയാണ്. പക്ഷേ 9 വർഷം കഴിയുമ്പോൾ ഈ BDJS എന്ന് പറയുന്ന ഓപ്പറേഷൻ ഉണ്ടല്ലോ, അത് കൃത്യമായി റിസൾട്ട് ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം. അവിടെ ചോർച്ച സംഭവിക്കുന്നത് ഇടതുപക്ഷത്തിൽ നിന്നായിരിക്കുന്നു എന്നുള്ളത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം വലിയ ആകാംക്ഷ ഉണ്ടാക്കുന്ന ഒരു ഘടകമാണ്. കാരണം ഈ പറയുന്ന ഈഴവ വിഭാഗം, പിന്നാക്ക ഈഴവ വിഭാഗങ്ങൾ, ദളിത് വിഭാഗങ്ങൾ, ആ വിഭാഗങ്ങളാണ് എപ്പോഴും ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ അടിത്തറയും ശക്തിയും എന്ന് പറയുന്നത്. ആ വിഭാഗങ്ങളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന്, ആ അധസ്ഥിത വിഭാഗങ്ങളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് വലിയ പണിയെടുത്തിട്ടുള്ള പ്രസ്ഥാനങ്ങളാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ കേരളത്തിൽ. ആ കടപ്പാടോടുകൂടി തന്നെ എക്കാലവും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളെ പിന്തുണച്ചിട്ടുള്ള ജനവിഭാഗമാണ് അവർ കോൺഗ്രസിലേക്കല്ല പോകുന്നത്, മറിച്ച് അവർ BJP-യിലേക്ക് പോകുന്നു. ആ വോട്ട് ബാങ്ക് എന്ന് പറയുമ്പം പ്രശ്നം എന്താണെന്ന് അറിയാമോ? നമ്മളിപ്പോൾ എത്രയൊക്കെ കാര്യങ്ങൾ കൊടുത്താലും ഇവരെ ഇങ്ങനെ ഈ ആളുകളെ ഭൗതികമായി തൃപ്തിപ്പെടുത്താൻ കഴിയില്ല. അതിനൊക്കെ ഒരു വെച്ചാൽ ഇപ്പം നല്ല റോഡുകൾ വരുന്നു, അപ്പം പിന്നെ ഇപ്പം നരേന്ദ്രമോദിക്ക് ആളുകൾ വോട്ട് ചെയ്ത് എന്തിനാ? നമുക്ക് പെൻഷൻ കിട്ടുമെന്ന് വിചാരിച്ചിട്ടാ? അല്ലെങ്കിൽ പിന്നെ മരുന്ന് കൊണ്ടു തരും നരേന്ദ്രമോദി എന്ന് വിചാരിച്ചിട്ടാ? അല്ലെങ്കിൽ പിന്നെ ഉച്ചക്കഞ്ഞി വിതരണം മുടക്കില്ല എന്ന് വിചാരിച്ചിട്ടാ? സപ്ലൈകോയിൽ അവശ്യ സാധനങ്ങൾ കിട്ടും എന്ന് വിചാരിച്ചിട്ടാ? നരേന്ദ്രമോദി ഒന്നും കൊണ്ട് ഇവിടെ തരാൻ പോകുന്നില്ലല്ലോ. നരേന്ദ്രമോദിക്ക് ഓരോ ബൂത്തിലും വോട്ട് കൊടുത്തിരിക്കുന്നത് BJP-ക്കുള്ള വോട്ടായിട്ടാണ് അത് കൊടുത്തിരിക്കുന്നത്. അതൊരു പൊളിറ്റിക്കൽ വോട്ടാണ്. അപ്പോൾ അവിടെ ഈ പറയുന്ന പെൻഷൻ കൊടുത്താലും ഒക്കെ ഈ പറയുന്ന ഒരു ആശയപരമായ ഷിഫ്റ്റ് സംഭവിച്ചിട്ടുണ്ട്. ആ ആശയപരമായ ഷിഫ്റ്റിനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഈ പറയുന്ന നമ്മൾ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഒരു വികസിത സമൂഹമാണ് കേരളം എന്ന് പറയുന്നത്. ഏത് ഇൻഡിക്കേറ്റർ വെച്ച് നോക്കിയാൽ, അത് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിനകത്താണെങ്കിൽ, ആരോഗ്യത്തിൻ്റെ കാര്യത്തിനകത്താണെങ്കിൽ, ശുചിത്വത്തിൻ്റെ കാര്യത്തിനകത്താണെങ്കിൽ, ജനന മരണ നിരക്കിൻ്റെ കാര്യത്തിനകത്താണെങ്കിലും ഒക്കെ ഏത് ഇൻഡിക്കേറ്റർ വെച്ച് നോക്കിയാലും നമ്മുടെ ഒരു വികസിത സമൂഹമാണ്. നിങ്ങളിപ്പോൾ റോഡിലൂടെ ഒന്ന് യാത്ര ചെയ്ത് നോക്കിയേ, ഏത് വീട് എടുത്താലും ഒരു കാർ പോർച്ച് ഉണ്ടാകും. കാർ വേണമെന്നില്ല, എന്നാലും എപ്പോഴും വരാനിരിക്കുന്ന ഒരു കാറുണ്ട് അവരുടെ മനസ്സിൽ. കാർ വാങ്ങിക്കാനും പറ്റും. ആ രീതിയിലൊരു സാമ്പത്തികമായി തന്നെ നമ്മൾ വളരെ മുന്നിൽ നിൽക്കുന്നതാണ്. നമ്മളെ കമ്പയർ ചെയ്യുന്നത് യൂറോപ്പിലേക്കായിട്ടുള്ള സമൂഹങ്ങളുമായിട്ടാണ്. ഈ വികസിത സമൂഹമായി നമ്മൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് പഴയ മതനിയമങ്ങളൊന്നും ഇല്ലല്ലോ. ഇപ്പോൾ ഈ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ ജനാധിപത്യ വ്യവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഇനി സാംസ്കാരികമായൊരു സ്വത്വമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഈ സാംസ്കാരിക സ്വത്വ നിർമ്മാണത്തിലേക്ക് ഈ പറയുന്ന പിന്നാക്ക ഹിന്ദു വിഭാഗങ്ങൾ പോകുന്നു. അതൊരു ചെറിയ കാര്യമല്ല. അവർ ഹിന്ദുത്വവുമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. അങ്ങനെ ആ ഹിന്ദുത്വവുമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന പാകത്തിലുള്ള ആശയങ്ങൾ BJP-യും മറ്റ് സംഘപരിവാർ ശക്തികളും നിർമ്മിച്ചു കൊടുക്കുന്നു. അവരെ അങ്ങനെ ഗാൽവനൈസ് ചെയ്യുന്നു, ഗ്യാദർ ചെയ്യുന്നു. ആ രീതിയിൽ അവർക്കൊരു സ്വത്വം നിർമ്മിച്ചു കൊടുക്കുമ്പോൾ അവർ വളരെ പെട്ടെന്ന് സാമ്പത്തികമായൊക്കെ മുന്നോക്കമായിട്ടെത്തി ഇനി ഒരു സാംസ്കാരിക സ്വത്വത്തിലേക്ക് പോകേണ്ടതുണ്ട്. അവിടെ ഈ പറയുന്ന ഇടതുപക്ഷം ഉണ്ടാക്കുന്ന ഒരു ശൂന്യതയുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ശൂന്യതയാണ്. ഈ പറയുന്ന ഭൗതികമായി നമ്മൾ മെച്ചപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ആത്മീയമായ മേഖലയിൽ നമ്മൾക്ക്, അല്ലെങ്കിൽ ഈ പറയുന്ന സബ്ജക്റ്റീവായ മേഖലയിൽ, ആത്മീയം നമ്മൾ പറയേണ്ട ആത്മനിഷ്ഠമായ മേഖലയിൽ ഒരു ശൂന്യത ഉണ്ടായിരിക്കുന്നു. നമ്മളിപ്പോഴും പഴയ മുദ്രാവാക്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ കോരന് കുഞ്ഞിനെ കുമ്പിളിൽ കഞ്ഞി അത് നമ്മൾ പിന്നെ ഇല്ലാതാക്കി. അതുപോലെ തന്നെ പിന്നെ കൃഷിക്കാരന് കൃഷിഭൂമി കൊടുത്തു, കുടികിടപ്പ് അവകാശം കൊടുത്തു, തൊഴിൽ കൊടുത്തു, ഈ ഉച്ചനീചത്വങ്ങൾ ഇല്ലാതാക്കി. ഇതൊക്കെ പഴയകാല കഥയായി മാറിയിട്ടുണ്ട്. ഇനി അവർ ഈ പറയുന്ന വളരെ പെട്ടെന്ന് ഈ ഹിന്ദുത്വ ആശയങ്ങളിലേക്ക് വരികയും ആ ഹിന്ദുത്വ ആശയങ്ങളുമായി ഐഡൻറ്റിഫൈ ചെയ്യാൻ ആലോചിക്കുകയും ശ്രമിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ആ ഒരു ശൂന്യതയാണ് ഇനി ഈ ഇടതുപക്ഷം പരിശോധിക്കേണ്ടത്. അത് ഇടതുപക്ഷത്തിൻ്റെ ധർമ്മമാണ് കേട്ടോ കേരളത്തിൽ. കാരണം വെച്ചാൽ ഇടതുപക്ഷത്തിന് അത് ചെയ്യാൻ കഴിയുള്ളൂ. ആ ഒരു ശൂന്യതയിലേക്കാണ് ഈ പറയുന്ന ആശയങ്ങളെ നിർമ്മിച്ച് വളരെ പെട്ടെന്ന് BJP ഇൻറോഡ് ഉണ്ടാക്കുന്നത്. അവിടെ അതുകൊണ്ട് ഞാൻ പറയുന്നു, ഈ പറയുന്ന ഇന്നലത്തെ പ്രസംഗത്തിൽ കൃത്യമായി ഗോവിന്ദ മാസ്റ്റർ പറയുന്നൊരു കാര്യമുണ്ട്. ഈ പറയുന്ന സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം ശരിയാക്കുമെന്ന് പറയുന്നതിനോടൊപ്പം പറയുന്ന കാര്യമുണ്ട്. പ്രത്യയശാസ്ത്ര രംഗത്ത് ചോർച്ചയുണ്ടായിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. പ്രത്യയശാസ്ത്ര മേഖലയിൽ ചോർച്ചയുണ്ടായിരിക്കുന്നു. അതാണ് ഞാൻ ഏറ്റവും ഗുരുതരമായ വിഷയമായിട്ട് ഇവിടെ കാണുന്നത്. നിങ്ങൾ ഇനി എത്ര പെൻഷൻ കൊടുത്താലും, എത്ര തൊഴിൽ കൊടുത്താലും, എന്തൊക്കെ ആനുകൂല്യങ്ങൾ കൊടുത്താലും, നിങ്ങളുടെ സാംസ്കാരികമായ അവബോധത്തിൽ നിങ്ങളൊരു ഹിന്ദുത്വ ആശയവുമായി ഐഡൻറ്റിഫൈ ചെയ്യപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അതൊരു വലിയ പ്രശ്നമാണ്. അത് എളുപ്പത്തിൽ തിരിച്ചുകൊണ്ടാവുന്നൊരു കാര്യമല്ല. അങ്ങോട്ടേക്കാണ് ഈ വിഭാഗങ്ങൾ വഴിമാറുന്നത്. അത് ഇടതുപക്ഷ ക്യാമ്പിൽ നിന്നായിരിക്കുന്നു എന്നുള്ള അങ്ങേറ്റം അപകടകരമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഇടതുപക്ഷം ആദ്യം അന്വേഷിക്കേണ്ടത് ഈ വിഭാഗങ്ങളിൽ കൃത്യമായ മുസ്ലിം വിരോധം പറഞ്ഞുകൊണ്ടാണ് ഇത് നിർമ്മിച്ചെടുത്തുകൊണ്ടിരിക്കുന്നത്. അതിന് പറ്റുന്ന ടൂൾസാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. മുസ്ലിം വിരോധമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ മുസ്ലിം വിരോധം പറഞ്ഞ് കൃത്യമായൊരു ഹിന്ദുത്വ ആശയത്തിലേക്ക് ഇവരെ എത്തിക്കാൻ കഴിയുന്ന രീതിയിലുള്ളൊരു ഐഡിയോളജിക്കൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. അതിനെ ഐഡൻറ്റിഫൈ ചെയ്യുകയും അതിൻ്റെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് അതിൻ്റെ പരിഹാരത്തിലേക്ക് സാംസ്കാരികമായി, ആശയപരമായി ഇടതുപക്ഷം മുന്നോട്ട് വന്നില്ല എങ്കിൽ ഈ പറയുന്ന വളരെ പെട്ടെന്ന് തന്നെ, ഞാൻ വിചാരിക്കുന്ന 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ നല്ല രീതിയിൽ BJPക്ക് NDAക്ക് മുന്നോട്ട് വരാൻ കഴിയും. അങ്ങനൊരു സാഹചര്യമാണ് വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെയാണ് പഠിക്കേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം. എനിക്ക് കഴിഞ്ഞിട്ട് ഇടവേളയ്ക്ക് പോകാം. അല്ല, എനിക്ക് കുറച്ച് പറയാനുണ്ട്. അപ്പോൾ നമുക്ക് ഇടവേളയ്ക്ക് ശേഷം ആരും പറഞ്ഞു കഴിഞ്ഞിട്ടില്ല. ഒരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. വെൽക്കം ബാക്ക്.
മീറ്റ് ദി എഡിറ്റേഴ്സ് തുടരുന്നു. സ്മൃതി, പാഠം പഠിക്കുമോ? പാഠം പഠിക്കുമോ എന്ന് ചോദിച്ചാൽ ഇപ്പോഴത്തെ രീതിക്ക് പോവുകയാണെങ്കിൽ പഠിക്കാനുള്ള സാധ്യത കുറവാണ്. കാരണം ശൈലി മാറ്റുക എന്നതാണ് പ്രാഥമികമായി വേണ്ടത്. അതിലേക്ക് എത്രത്തോളം ഈ പാർട്ടി എത്തുന്നു എന്നുള്ളതാണ്. MV ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറിയായി വരുന്ന ഘട്ടത്തിൽ കർക്കശക്കാരനായ കമ്മ്യൂണിസ്റ്റുകാരൻ, അപ്പോൾ പലരെയും തിരുത്താനുള്ള, അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഒരു തിരുത്തൽ ശക്തിയായി അദ്ദേഹം പ്രവർത്തിക്കുമെന്ന് കരുതി ഒരു ഘട്ടം വരെ അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങൾ നമുക്ക് അങ്ങനെ തോന്നിയിരുന്നു. പക്ഷേ പിന്നീട് പതുക്കെ അതിനൊപ്പം ചേർന്ന് പോകുന്ന സമീപനങ്ങളും അതുമായി ബന്ധപ്പെട്ട തിരിച്ചുള്ള ചോദ്യങ്ങൾക്ക് അതിരൂക്ഷമായി പ്രതികരിക്കുന്ന ഒരു പാർട്ടി സെക്രട്ടറിയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇന്നലത്തെ പ്രസംഗത്തിൽ ഇന്ന് പറഞ്ഞതുമായ കാര്യങ്ങൾ, തെരഞ്ഞെടുപ്പിൽ നമ്മൾ തോറ്റു, നല്ലതുപോലെ തോറ്റു എന്നുള്ള പ്രയോഗം വളരെ ഭംഗിയായി തന്നെ അത് അദ്ദേഹം വിശദീകരിക്കുന്നു. പാർട്ടിക്കകത്ത് സംസാരിക്കുന്നതാണ്. പെരിന്തൽമണ്ണയിൽ EMSൻ്റെ ലോകം സെമിനാറിൽ ആണല്ലോ അദ്ദേഹം സംസാരിച്ചത്. അപ്പോൾ പാർട്ടി പ്രവർത്തകരോട്, അണികളോട് അദ്ദേഹം സംസാരിക്കുന്നതാണ്. അത് ഏറ്റവും നന്നായി തോന്നിയൊരു കാര്യം, രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോഴുള്ള പ്രവണതകളുണ്ട് എന്ന തിരിച്ചറിവാണ്. ആ പ്രവണത ഈ മുതലാളിത്ത സമൂഹത്തിൽ അരിച്ചരിച്ച് നമ്മുടെ പാർട്ടി കേഡറുകളിലും നമ്മളിലെല്ലാം തന്നെ ഉണ്ടാകും. അതെല്ലാം തൂത്തെറിഞ്ഞുകൊണ്ട് മാത്രമേ നല്ല തിരുത്തലുകൾ നടത്താനാവൂ എന്ന് പാർട്ടി സെക്രട്ടറി പറഞ്ഞിരിക്കുന്നു. ഇതെപ്പോഴാണ് പറയുന്നത്? നിയമസഭയിൽ മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പിലെ തോൽവിയുമായി ബന്ധപ്പെട്ട പ്രതികരണം നടത്തിയ ശേഷമാണ്. അദ്ദേഹം ചില കണക്കുകൾ നിരത്തിക്കൊണ്ട് കോൺഗ്രസിന് പോയ കണക്കുകളെക്കുറിച്ചാണ് അദ്ദേഹം വാചാലനാകുന്നത്. നമ്മളെങ്ങനെ തോറ്റു എന്നൊരു സ്വയം വിമർശനത്തിന് പാർട്ടി നേതാക്കൾ തയ്യാറാകുന്നില്ലെങ്കിൽ അത്തരമൊരു പാഠം അവർ ഉൾക്കൊണ്ടു എന്ന് കരുതാൻ പറ്റില്ല. 2019 തോറ്റു, 2024 തോറ്റു. രണ്ട് തോൽവിയിലെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇവിടെ BJP ഇപ്പോൾ അക്കൗണ്ട് തുറന്നു എന്നുള്ളതാണ്. അന്ന് പരാജയപ്പെട്ട ഘട്ടത്തിൽ തന്നെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന സമിതിയും ഒക്കെ ചേർന്ന ശേഷം ചില കാര്യങ്ങൾ വിലയിരുത്തുകയും ഇങ്ങനെ പോയാൽ പറ്റില്ല, പാർട്ടി സഖാക്കൾ എങ്ങനെ പെരുമാറണം, ജനങ്ങളോട് വിനയത്തോടെ ഇടപെടണമെന്നും സ്വയം അധികാര കേന്ദ്രങ്ങളായി നേതാക്കൾ മാറരുത് എന്ന കൃത്യമായ നിർദ്ദേശം നൽകിയിരുന്നു. സ്വയം നവീകരണം വേണമെന്നും പാർട്ടി പറഞ്ഞിരുന്നു. വിമർശനം കേൾക്കാനും സ്വയം വിമർശനത്തിനും തയ്യാറാകണമെന്ന് പറഞ്ഞിരുന്നു. ആഴത്തിൽ പരിശോധിച്ച് തിരുത്തുമെന്ന് ഇപ്പോൾ പറയുന്നവർ തന്നെ അന്ന് ആ വാചകങ്ങളോട് എത്രത്തോളം ആത്മാർത്ഥ പുറത്തിയെന്ന് കാണേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെ തുടർച്ചയാണല്ലോ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. അപ്പോൾ 2019 ആവർത്തിക്കുമെന്നും പറയുമ്പോൾ ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ രണ്ടാമതെത്തി എന്നുള്ള അഹന്തയോടുകൂടിയുള്ള പ്രതികരണങ്ങൾ പല ഘട്ടങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഉണ്ണി ബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ച ഘടകങ്ങൾ പ്രധാനം തന്നെയാണ്. ഇവിടെ വർഗീയ വിദ്വേഷത്തിനും അല്ലെങ്കിൽ ആ തരത്തിൽ ഇവിടെ ഭിന്നിപ്പുണ്ടാക്കുന്ന ഒരു രാഷ്ട്രീയത്തിന് വലിയ തോതിൽ മണ്ണ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ മണ്ണ് വിതയ്ക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കിയ ആളുകളെ എത്രത്തോളം പിന്തുണച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവരോട് കൃത്യമായ പ്രതികരണം നടത്തിയിട്ടുണ്ടോ ഈ പാർട്ടി? കൂടുതൽ ഉത്തരവാദിത്തം കോൺഗ്രസിനേക്കാൾ ഇക്കാര്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാണ് ഞാൻ കരുതുന്നു. കാരണം അതിനോട് നിരന്തരം പോരടിച്ച് കൃത്യമായ നിലപാടെടുത്തിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാണ് കുറച്ചുകൂടി ഉത്തരവാദിത്തമുള്ളത്. ഇവിടെ വെള്ളാപ്പള്ളിയെപ്പോലുള്ള നേതാക്കളെ, സാമുദായിക നേതാക്കൾ 2015 തന്നെ സമത്വ മുന്നേറ്റ യാത്രയൊക്കെ നടത്തി. ആ യാത്രയുടെ ഉടനീളം തന്നെ മുസ്ലിം വിരോധം പറഞ്ഞുകൊണ്ട് നടന്ന ഒരു സാമുദായിക നേതാവിനെ ഇവിടെ നവോത്ഥാന സമിതിയുടെ ചെയർമാനായി നിയമിച്ചു. അത് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്, നമുക്കറിയാം. ശബരിമല സമരത്തിനൊക്കെ ശേഷം എടുത്തൊരു നിലപാട്. ആ നിലപാടിൽ എന്തൊക്കെയാണ് പിന്നീട് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുള്ളത്? അതിനുശേഷം ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം അദ്ദേഹം നടത്തുന്ന പ്രതികരണങ്ങൾ, അതിനു മുമ്പ് നടത്തിയ പ്രതികരണങ്ങൾ, ഓരോ ഘട്ടത്തിലും തനിക്ക് ഗുണം ചെയ്യുന്ന, അല്ലെങ്കിൽ തൻ്റെ സംഘടനയ്ക്ക് SNDP യോഗത്തിന് ഗുണം ചെയ്യുന്ന രാഷ്ട്രീയ നേതൃത്വങ്ങളുമായി ഒത്തുപോകുക, അല്ലെങ്കിൽ ഭരണത്തിലിരിക്കുന്നവരുമായി ഒത്തുപോകുക എന്നുള്ള കൃത്യമായ തന്ത്രം തന്നെയാണ് അദ്ദേഹം പ്രയോഗിച്ചിട്ടുള്ളത്. പക്ഷേ ഇത്തരം വർഗീയ പരാമർശങ്ങൾ നടത്തുമ്പോഴും ഒരു കേസെടുക്കുകയോ ഒരു പരാമർശം പോലും നടത്താതെയോ പിന്തുണയ്ക്കുന്നൊരു സമീപനം ഇപ്പോൾ പോലും രാജ്യസഭാ സീറ്റ് നൽകിയതിനെ ചൊല്ലി CPI മുസ്ലിമിന് കൊടുത്തിരിക്കുന്നു, CPM അതാ ക്രിസ്ത്യാനിക്ക് കൊടുത്തിരിക്കുന്നു, നമ്മൾ എവിടെ പോകുന്നു എന്നുള്ള ചോദ്യം ചോദിക്കുകയാണ്. അതിനു മുമ്പ് മുസ്ലിം പ്രീണനം എന്നുള്ള വാദം പറയുകയാണ്. ഇതിനൊക്കെ കണക്കുകൾ കൃത്യമായി പറയാനുണ്ടോ? അപ്പുറത്ത് ചില വൃത്തികെട്ട രാഷ്ട്രീയ കളികളും ഈ തെരഞ്ഞെടുപ്പിൽ CPM നടത്തിയിട്ടുണ്ട്. ഭരണവിരുദ്ധ വികാരം നന്നായിട്ടുണ്ട്. ആ കാര്യങ്ങൾ പരിശോധിക്കേണ്ടത്. ഇപ്പോൾ പെൻഷനുമായി ബന്ധപ്പെട്ടാണല്ലോ കഴിഞ്ഞ ദിവസം MV ഗോവിന്ദൻ പ്രസംഗിച്ചത്. പെൻഷൻ ഒരു പ്രധാന പ്രതികരണമാണ്. പെൻഷനുമായി ബന്ധപ്പെട്ട് ഇവിടെ സമരം നടത്തിയ ആരാണ് ആദ്യം? മറിയക്കുട്ടി എന്ന വൃദ്ധ. ആ വൃദ്ധയുടെ രാഷ്ട്രീയം, അവർ പറഞ്ഞ കാര്യങ്ങൾ, ഇതൊക്കെ നമുക്ക് മാറ്റിവെക്കാം. അവർക്ക് അവരുടേതായ രാഷ്ട്രീയമുണ്ടാകും, അവർ ചിലരുടെ കരുവായിട്ടുണ്ടാകാം, ഒക്കെ ശരിയാണ്. പക്ഷേ പെൻഷൻ കിട്ടിയില്ല എന്ന് യാഥാർത്ഥ്യം അവിടെ നിൽക്കുകയാണ്. അവരൊരു പ്രതീകമായിരുന്നു. അവർക്കെതിരെ എങ്ങനെയാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രതികരിച്ചത്? അവർക്കവിടെ സ്വത്തുണ്ടെന്നും അവർ കള്ളത്തരം പറയുകയാണെന്നും ഇതൊക്കെ ജനങ്ങളെ സ്വാധീനിക്കില്ലേ? ഇവിടെ അത്തരം ചില കാര്യങ്ങൾ. ഈ നവകേരള യാത്ര നടത്തി, നവകേരളമായി മാറിയിരിക്കുന്നു, നല്ല രൂപത്തിലല്ല എന്ന് മാത്രം അല്ലേ. ഇവിടെ BJP അക്കൗണ്ട് തുറന്ന ഒരു നവകേരളമായി മാറിയിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ് ഉള്ളത്. ആ യാത്രയിൽ ഉടനീളം പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? ജനങ്ങളെ കാണാൻ, ജനങ്ങളുടെ പ്രശ്നങ്ങൾ അറിയാനുള്ള യാത്ര എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബസ് പിടിച്ച് മുഖ്യമന്ത്രിയും മന്ത്രിമാരും പോകുന്നു. ഇവിടെ പണമില്ല, കേന്ദ്രത്തിൽ നിന്ന് പണം ലഭിക്കുന്നില്ല എന്ന് പറയുന്ന ഘട്ടത്തിലാണ് ഈ യാത്ര നടത്തിയത്. അതിനെ ധൂർത്തെന്ന് പറഞ്ഞ് വിമർശിച്ചവരെ മോശം പരാമർശത്തിലൂടെ വായടപ്പിക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. യാത്ര നടത്തി ജനങ്ങളോട് കാര്യങ്ങൾ പറയുകയാണ് ചെയ്തതെന്ന് പറഞ്ഞു. ജനങ്ങളിൽ നിന്ന് കേൾക്കാനാണെന്ന് പറയുന്നത്. പക്ഷേ ജനങ്ങളിൽ നിന്നാണോ കേട്ടത്? പൗരപ്രമുഖ
പ്രമുഖരിൽ നിന്നാണ് കേട്ടത് അല്ലേ? ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇതിൻ്റെയൊക്കെ ഫലം ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നു. അതോടൊപ്പം തന്നെയാണ് ഈ പറയുന്ന ഈ ഈഴവ വോട്ടുകൾ 32% ഇടതുപക്ഷത്തിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരുന്ന വോട്ട് BJPയിലേക്ക് പോയി എന്നുള്ള യാഥാർത്ഥ്യം അവിടെ ഇപ്പോൾ മണ്ണൊരുക്കുന്നത് അറിഞ്ഞിട്ടില്ല എന്നാണോ? ഇത് കൃത്യമായും ഓരോ സ്ഥലങ്ങളിലും ഓരോ ഭാഗത്തും പാർട്ടി അണികളിൽ അല്ലെങ്കിൽ പ്രവർത്തകരിൽ ഉണ്ടാകുന്ന വ്യത്യാസം അറിയാനുള്ള സംവിധാനം ഈ പാർട്ടിക്കുണ്ട്. അപ്പോൾ അതിനോട് കണ്ണടച്ചിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം അവിടെയുണ്ട്. ഒന്നും സംഭവിക്കില്ല, ഞങ്ങൾ തന്നെ വിജയിക്കുമായിരിക്കും എന്നുള്ള ആത്മവിശ്വാസമായിരുന്നിരിക്കാം. ഇനിയും ആഴത്തിൽ പരിശോധിക്കുന്നു എന്ന് പറയുമ്പോൾ ആഴത്തിലല്ലാതെ പുറമേക്ക് തന്നെ വന്നിരിക്കുന്ന ഒരുപാട് യാഥാർത്ഥ്യങ്ങളുണ്ട്. അതാദ്യം മനസ്സിലാക്കുക. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും മോശം പ്രയോഗങ്ങൾ വടകരയിൽ നമ്മൾ തെരഞ്ഞെടുപ്പിൽ കണ്ടില്ലേ? ഇപ്പോൾ കാഫിർ പ്രയോഗം നടത്തിയത് ഒരു മുസ്ലിം ലീഗ് പ്രവർത്തകനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് KK ശൈലജ അടക്കം അവസാനം പ്രതികരിച്ചതും അതിനോട് കോൺഗ്രസ് എങ്ങനെ പ്രതികരിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനൊടുവിൽ ഇപ്പോൾ എന്താണ്? ആ കാഫിർ പ്രയോഗം നടത്തിയത് മുസ്ലിം യൂത്ത് ലീഗ് പ്രവർത്തകരല്ല എന്ന് ഇപ്പോൾ പോലീസ് പറഞ്ഞിരിക്കുന്നു. ഇത് നേരത്തെ തന്നെ പോലീസ് കണ്ടെത്തിയ കാര്യമാണ്. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടേ പറയുള്ളൂ എന്ന് പറഞ്ഞു വെച്ചിരുന്ന കാര്യമാണ്. അതിപ്പോൾ കോടതിയിൽ സർക്കാർ ആ കാര്യം പറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഇതൊക്കെ ജനം കാണുന്നുണ്ടെന്നേ. ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ നടത്തുന്ന പ്രതികരണങ്ങൾ, ഇപ്പോൾ പോരാളി ഷാജി ആര് എന്ന അന്വേഷണമാണ് പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. പോരാളി ഷാജിയെ മാത്രം അന്വേഷിച്ചാൽ പോരാ. അവനവൻ്റെ പാർട്ടി ലേബലിൽ തന്നെ പ്രവർത്തിച്ചുകൊണ്ട് ഇവിടുത്തെ ചില യുവാക്കൾ നടത്തിയ വർഗീയ പരാമർശങ്ങൾ, വൃത്തികെട്ട പരാമർശങ്ങൾ, സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ പരിശോധിക്കുമോ? പാർട്ടി നടപടിയെടുക്കുമോ? അതിൽ പാർട്ടി സഖാക്കളുടെ നേതാക്കളുടെ മക്കളുണ്ട്, പരിശോധിക്കുമോ? നടപടിയെടുക്കുമോ? അത് ആദ്യം തിരുത്തട്ടെ. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നിങ്ങളിവിടെ സൂചിപ്പിച്ചതൊക്കെ തന്നെയും. MV ഗോവിന്ദൻ മാഷ് നടത്തിയ പ്രസംഗത്തിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗം, നല്ലതുപോലെ തോറ്റിട്ട് ജയിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ, കണക്കുകൾ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് MV ഗോവിന്ദൻ മാഷ് പറയുന്നുണ്ട്. അത് പറയുന്നതിനൊരു കാരണമുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ LDF ഏറ്റെടുത്തത് LDFിൻ്റെ ലോക്സഭാ ചരിത്രത്തിലെ ഏറ്റവും വലിയ തോൽവിയൊന്നുമല്ല. കണക്കുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കിയാൽ 2004-ലും 2009-ലുമായി 0.8% കുറവാണ് CPIഎമ്മിന് സംഭവിച്ചിരിക്കുന്നത്. അതുമായി തുലനപ്പെടുത്തിയാൽ ഇത്തവണ ആ കുറവേ അല്ല കണക്ക് വെച്ച് നോക്കിയാൽ. അപ്പോൾ കണക്ക് പറഞ്ഞിരുന്നാൽ നമുക്ക് തോൽവി സംഭവിച്ചിട്ടില്ല എന്ന വളരെ ലളിതമായ ന്യായീകരണത്തിലേക്ക് എത്താം. 2014, 2009-ഉം 2014 തമ്മിൽ നോക്കിയാലോ ഏകദേശം 8% വ്യത്യാസം ഉണ്ടായിട്ടുണ്ട് CPഎമ്മിൽ മാത്രം. 2019-ലും 2021-ലേക്കും എത്തിയാലും അവിടെയും മാറ്റം സംഭവിച്ചിരിക്കുന്നു, ആ 0.15%-നേക്കാൾ കൂടുതൽ. അപ്പോൾ കണക്കുകൾ പറഞ്ഞിരുന്നാൽ തോൽവി നമുക്ക് വന്നിട്ടില്ല എന്ന ഒരു സ്വയം സമാധാനത്തിലേക്ക് നമുക്ക് പോകാം. പക്ഷേ MV ഗോവിന്ദൻ മാഷ് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൽ 2-3 കാര്യങ്ങൾ നമ്മൾ ഡീകോഡ് ചെയ്ത് കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. MV ഗോവിന്ദൻ മാഷ് പറഞ്ഞേക്കുന്ന പ്രസംഗത്തിലെ ഒരു ഭാഗം ഇതാണ്: 2ാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോഴുള്ള പ്രവണതകളുണ്ട്. ആ പ്രവണത ഈ മുതലാളിത്ത സമൂഹത്തിൽ അരിച്ചരിച്ച് നമ്മുടെ പാർട്ടി കേഡറുകളിലും നമ്മളിലെല്ലാം തന്നെ ഉണ്ടാവും. അതെല്ലാം തൂത്തെറിഞ്ഞുകൊണ്ട് മാത്രമേ നല്ല തിരുത്തലുകൾ നടത്താനാകൂ. സംഘടനാ രംഗത്തും തിരുത്തലുകൾ വേണം എന്നുള്ളതാണ്. എന്താണ് ഈ 2ാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോഴുള്ള പ്രവണതകൾ? അതാണ് പ്രധാനമായും MV ഗോവിന്ദൻ മാഷ് പറയാൻ ഉദ്ദേശിക്കുന്നതും ഇനി 16-ാം തീയതി മുതൽ തുടങ്ങുന്ന നേതൃ കമ്മിറ്റികളടക്കം ചർച്ച ചെയ്യാൻ പോകുന്നതും. ഇതിലേറ്റവും പ്രധാനപ്പെട്ടതായി ഞാൻ മനസ്സിലാക്കുന്നത്, ഒരുപക്ഷെ പാർട്ടി വരും ദിവസങ്ങളിൽ പാഠം പഠിക്കണമെങ്കിൽ ഒരു റഫറൻസ് ടെക്സ്റ്റ് വേണമല്ലോ. ഞാൻ പാർട്ടിക്ക് വേണ്ടി നിർദ്ദേശിക്കുന്ന ഒരു പുസ്തകം ക്രിസ്റ്റോഫർ ജാഫറിലോട്ട് എഴുതിയ മോദീസ് ഇന്ത്യ, ദ ഹിന്ദു നാഷണലിസം ആൻഡ് ദ റൈസ് ഓഫ് എത്നിക് ഡെമോക്രസി എന്ന പുസ്തകമാണ്. ആ പുസ്തകത്തിൽ പറയുന്നുണ്ട് എങ്ങനെയാണ് ഹിന്ദു നാഷണലിസം പൊതു ഇടങ്ങളിൽ കാവ്യവൽക്കരണം നടത്തുന്നത്. അവിടെയാണ് ഉണ്ണി ബാലകൃഷ്ണൻ നേരത്തെ സൂചിപ്പിച്ച നമ്മളുടെ രാഷ്ട്രീയത്തെ സാംസ്കാരികവൽക്കരിച്ചത് എങ്ങനെയാണ് എന്ന് പറയുന്ന ഒരു റിവേഴ്സ് പ്രോസസ് ഉണ്ട്. അതായത് പൊതുവിടങ്ങളിലേക്ക് കാവ്യവൽക്കരണം നടക്കുകയും അവിടെ ഹിന്ദു വോട്ടുകൾ, അതായത് നമ്മൾ ഇതുവരെയും വിശ്വസിച്ചിരുന്നത് ഹിന്ദു എന്ന ഒരൊറ്റ ടേമിനുള്ളിൽ ഈ ജാതി ഹിന്ദുക്കളെ ക്രോഡീകരിക്കാൻ കഴിയില്ല എന്നാണ്. കാരണം വ്യത്യസ്ത ഹൈറാർക്കിക്കലായി വ്യത്യസ്ത ശ്രേണികളിലായി കിടന്നിരുന്ന വിഭാഗങ്ങളെ ഹിന്ദുവായി ചിത്രീകരിച്ചുകൊണ്ട് നടത്തിയ ഒരു പ്രൊപ്പഗാൻഡ മെഷീനറിയാണ് യഥാർത്ഥത്തിൽ BDJs. അതിന് ടാഗ്ലൈൻ വളരെ മനോഹരമായിരുന്നു. അന്ന് ആ ടാഗ്ലൈനെ നമ്മൾ പുച്ഛിച്ച് തള്ളി. എന്തായിരുന്നു ആ ടാഗ്ലൈൻ? നായാടി മുതൽ നമ്പൂതിരി വരെ എന്നുള്ളതായിരുന്നു അന്നത്തെ ടാഗ്ലൈൻ. ആ ടാഗ്ലൈൻ യഥാർത്ഥത്തിൽ പ്രവർത്തനക്ഷമമാകുന്നത് മോദിയുടെ കാലത്തെ വംശീയ ജനാധിപത്യത്തിലേക്ക് പരിവർത്തനം ഹിന്ദുത്വ പരിവർത്തനം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. ഇതാണ് ഇതിൻ്റെ ഒരു കൾച്ചറൽ കോണ്ടെക്സ്റ്റ്, ഇതിൻ്റെ ഒരു സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയം എന്ന് പറയുന്നത്. മോദിയുടെ കാലത്ത് ഒരു എത്നിക് ഡെമോക്രസിയായി, ഒരു ഹൈന്ദവ ജനാധിപത്യമായി, ഒരു ഹൈന്ദവ നാഷണലിസമായി, ദേശീയതയായി അത് പരിണമിക്കുമ്പോൾ
സ്വാഭാവികമായും ഈ ഹിന്ദു എന്ന് പറയുന്ന ആശയത്തിന് തന്നെ സംഭവിച്ചിരിക്കുന്നൊരു രാഷ്ട്രീയ മാറ്റമുണ്ട്. അതെങ്ങനെയാണ് നമ്മളെ സാംസ്കാരികവൽക്കരിച്ചിരിക്കുന്നത്, നമ്മുടെ രാഷ്ട്രീയത്തെ സാംസ്കാരികവൽക്കരിച്ചിരിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഇവിടെ എന്തുകൊണ്ടാണ് പാർട്ടി നിശബ്ദമായി പോയത്? പാർട്ടിയുടെ ബഹുജന സംഘടനകൾ എങ്ങനെയാണ് നിശബ്ദമായി പോയത്? ഇവിടെയാണ് എം വി ഗോവിന്ദൻ മാഷ് പറഞ്ഞ മുതലാളിത്ത കാലത്ത് ഈ അരിച്ചരിച്ച് കയറുന്ന പ്രവണതകൾ സംഘടനാ തലത്തിലും ഭരണതലത്തിലുമുണ്ട് എന്നുള്ളതാണ്. രണ്ടിടത്തും പ്രകടമാകുന്ന ചില പ്രത്യേക മാറ്റങ്ങളുണ്ട്. ആ മാറ്റങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത്, നോക്കൂ, വ്യക്തി കേന്ദ്രീകൃതമായ വ്യക്തിപൂജയിൽ അധിഷ്ഠിതമായ ആശയങ്ങളുടെ തടവറയിലാണ് പാർട്ടി എന്ന് പറയുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട നിരീക്ഷണമുണ്ട്. അത് കേരളത്തിലെ CPM-ന് മാത്രമേ സംഭവിക്കുന്നതല്ല. തൃണമൂൽ കോൺഗ്രസിന്റെ മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസിന് സംഭവിക്കുന്നുണ്ട്. ഒഡീഷയിൽ നവീൻ പട്നായിക്കിന്റെ ബിജു ജനതാദളിന് സംഭവിക്കുന്നുണ്ട്. ഒരു പരിധിവരെ സ്റ്റാലിൻ്റെ DMK-ക്ക് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അരവിന്ദ് കെജ്രിവാളിന്റെ ആം ആദ്മി പാർട്ടിക്ക് സംഭവിക്കുന്നുണ്ട്. ഇത് യഥാർത്ഥത്തിൽ പാർട്ടിയിൽ മാത്രമല്ല ഭരണരംഗത്തും പ്രതിഫലിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ സാധാരണ പറയും പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസ് എന്നുള്ളത് സൂപ്പർ ലെജിസ്ലേച്ചർ ആവുന്നു എന്ന് പറയുന്നത് പോലെ CM-ന്റെ ഓഫീസ് ഒരു സൂപ്പർ ലെജിസ്ലേച്ചറും സൂപ്പർ പാർട്ടിയുമായി മാറുന്ന വ്യക്തി കേന്ദ്രീകൃതമായ ഒരു രാഷ്ട്രീയം അവിടെ രൂപപ്പെടുന്നു എന്നുള്ളതാണ്. ഇവിടെയാണ് എം വി ഗോവിന്ദൻ മാഷ് സൂചിപ്പിച്ച മുതലാളിത്തത്തിൻ്റെ കാലത്ത് അരിച്ചരിച്ച് കയറുന്ന പ്രവണതകളിൽ ഒന്ന് എന്ന് പറയുന്നത് വ്യക്തിപൂജയും ആ വ്യക്തിപൂജയിൽ അധിഷ്ഠിതമായിരിക്കുന്ന രാഷ്ട്രീയവുമാണ്. ഇത് പാർട്ടി തലത്തിലുണ്ട്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭരണതലത്തിലുമുണ്ട്. ഇല്ലെങ്കിൽ നവകേരള സദസ്സിൽ രക്ഷാപ്രവർത്തന ദൗത്യമെന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ ക്യാബിനറ്റിൽ അതിനെതിരെ ചെറുവിരൽ ഒരാൾ അനക്കിയിട്ടില്ല. മാത്രവുമല്ല, മുഖ്യമന്ത്രി പറയുന്നത് അതേപോലെ ഈണത്തിൽ താളമിട്ട് ന്യായീകരിക്കുകയാണ് കൂടെയുള്ള ക്യാബിനറ്റ് മന്ത്രിമാർ, ഘടകകക്ഷിയിൽപ്പെട്ടവർ. നേരത്തെ കാനം രാജേന്ദ്രൻ ആദ്യഘട്ടത്തിൽ എതിർപ്പുയർത്തിയെങ്കിലും പാർട്ടിക്ക് മുന്നിൽ CPM-ന് മുന്നിൽ സർവ്വവിധേയനായി തീരുന്ന ഒരു കാനം രാജേന്ദ്രനെയാണ് പിന്നീട് നമ്മൾ കാണുന്നത്. അതിനുശേഷം CPI ആണെങ്കിലും ശരി, മറ്റേതു ഘടകകക്ഷിയാണെങ്കിലും ശരി, പാർട്ടിക്ക് വിധേയമായി പോകുന്ന പിണറായി വിജയന് കീഴിലേക്ക് മാത്രം വരുന്ന അവസ്ഥയിലേക്ക് മാറുന്നു. ഇത് അരിച്ചരിച്ച് കയറുന്നൊരു പ്രവണതയാണ്. ഈ പിണറായി ഭക്തിയാണ് ബഹുജന വർഗ സംഘടനകളിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം കാര്യങ്ങളെ പരസ്യമായി വിമർശിക്കാനോ അതിനെ തിരുത്താനോ തയ്യാറാവുന്ന ഒരു സാംസ്കാരികമായിട്ടുള്ളൊരു ഇടതുപക്ഷം ശക്തി പ്രാപിക്കാത്ത സാഹചര്യം ഉണ്ടാവുന്നത്. സച്ചിദാനന്ദൻ മാഷിന്റെ തന്റെ അഭിമുഖത്തിൽ നിന്ന് പിന്മാറേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവുന്നത് ഈ ഘട്ടത്തിലാണ്. ഇതാണ് ഒരു അനഭിലഷണീയമായ കാര്യം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം നോക്കൂ, അത് സംഘടനാ തലത്തിൽ ആശയപരമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാറ്റമാണ്. പാർട്ടി ഈ തെരഞ്ഞെടുപ്പിൽ സ്വീകരിച്ചിരിക്കുന്ന തന്ത്രം എന്താണ്? നേരത്തെ കോടിയേരി ബാലകൃഷ്ണന്റെ കാലത്ത് 2 പ്രയോഗങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അതിലൊന്നാണ് ഈ കുഞ്ഞാലിക്കുട്ടിയെക്കുറിച്ചും ഒപ്പം കുഞ്ഞുഞ്ഞിനെ കുറിച്ചും പറഞ്ഞിരിക്കുന്ന പ്രയോഗം. കുഞ്ഞുഞ്ഞിനെ കുറിച്ചും കുഞ്ഞാലിക്കുട്ടി, മൂന്നാമത്തേത് എന്താണ്? കുഞ്ഞാപ്പ, കുഞ്ഞുമാണി. ഈ 3 പ്രയോഗമാണ് അന്ന് കോടിയേരി ബാലകൃഷ്ണൻ നടത്തിയത്. പിന്നീട് അത് അമീർ ഹസൻ കുഞ്ഞാലി എന്ന് പറയുന്ന പദപ്രയോഗത്തിൽ മാറുന്നു. എന്താണ് ഈ പദപ്രയോഗത്തിൻ്റെ ലക്ഷ്യം? അന്ന് നോട്ടമിട്ടിരുന്നത് UDF-ൽ പൂർണ്ണമായിട്ടും ഒരു ന്യൂനപക്ഷാധികാരം അവിടെ ഉണ്ടെന്നും അതുവഴി ഭൂരിപക്ഷം വരുന്ന ഒരു ഭൂരിപക്ഷ സമുദായത്തിൻ്റെ വോട്ടാണ്. എന്നാൽ 2019 കഴിയുമ്പോൾ പിണറായി വിജയൻ്റെ പാർട്ടിയിൽ, അതല്ലെങ്കിൽ CPM-ന്റെ പാർട്ടിയിൽ സംഘടനാപരമായൊരു മാറ്റം സംഭവിക്കുന്നുണ്ട്, ആശയപരമായൊരു മാറ്റം സംഭവിക്കുന്നുണ്ട്. തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി ന്യൂനപക്ഷ വോട്ടുകളിലേക്ക് കടന്നു കയറാൻ നടത്തിയ ശ്രമം എന്നുള്ളത് അതിവേഗമാണ് പുറം ലോകം അറിയുന്നത്. അത് വോട്ടിനു വേണ്ടിയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രമായിരുന്നു എന്ന രീതിയിൽ അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നു. അവിടെ പലസ്തീൻ വിഷയം ചർച്ച ചെയ്യപ്പെടുന്നു. അവിടെ ബാബറി മസ്ജിദ് തകർത്തതിന് പിന്നിൽ റാവു ആണ് എന്നുള്ളത് വളരെയധികം ശക്തമായ രീതിയിൽ പ്രചരണ രംഗത്ത് ഉപയോഗിക്കുന്നു. അങ്ങനെ CAയും പൗരത്വ വിഷയവും യൂണിഫോം സിവിൽ കോഡും അടക്കമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് ഈ ന്യൂനപക്ഷ വോട്ടുകൾ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു ക്യാമ്പയിൻ ഈ സർക്കാർ ശ്രമിച്ചു എന്നുള്ളൊരു പ്രതീതി ആളുകൾക്ക് സ്വാഭാവികമായി ഉണ്ടാവും. ഇവിടെയാണ് നേരത്തെ തന്നെ കാവ്യവൽക്കരിക്കപ്പെട്ടിരിക്കുന്ന ഇടങ്ങളിലേക്ക് സ്വാഭാവികമായും ഇസ്ലാമോഫോബിക്കായ ഒരു ആശയം പ്രചരിപ്പിച്ചിരുന്നൊരു സമൂഹത്തിലേക്ക്, ന്യൂനപക്ഷത്തിലേക്ക് ഫോക്കസ് ചെയ്യുന്ന ഒരു പാർട്ടിക്കെതിരെ ഉണ്ടാവുന്ന ഒരു വികാരവും അടിസ്ഥാനമായിട്ട് ഈ തലങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ 2 പ്രധാനപ്പെട്ട കമ്മ്യൂണിറ്റികൾ, അതിലൊന്ന് ഇഴവ കമ്മ്യൂണിറ്റിയും മറ്റൊന്ന് ക്രൈസ്തവ കമ്മ്യൂണിറ്റിയും, ഈ ഇസ്ലാമോഫോബിക്കായ ആശയങ്ങളുടെ പ്രചാരവാഹകരായി മാറുന്നത് പാർട്ടി കാണാതെ പോയി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് സംഘടനാ തലത്തിൽ ഇനി അഴിച്ചുപണി നടത്തുമ്പോൾ ഉണ്ടാകേണ്ടിയിരിക്കുന്ന, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ നമ്മുടെ സാംസ്കാരിക ഇടങ്ങളെ രാഷ്ട്രീയവൽക്കരിച്ച് തിരിച്ചെടുക്കാനുള്ള ശ്രമഫലമായി സംഭവിക്കേണ്ടതാണ്. പക്ഷേ അതിന് പൊതുവിടങ്ങൾ സ്വതന്ത്രമാവണം. ആ പൊതു ഇടങ്ങളെ സ്വതന്ത്രമാക്കണമെങ്കിൽ നേരത്തെ എം വി ഗോവിന്ദൻ മാഷ് പറഞ്ഞിരിക്കുന്നത് പോലെ നമ്മളുടെ ഭരണരംഗത്തും സംഘടനാ രംഗത്തും അരിച്ചരിച്ചു കയറിക്കൊണ്ടിരിക്കുന്ന പ്രവണതകൾ ഒന്നുമില്ലാതെയാവുന്നൊരു സാഹചര്യത്തിലേക്ക് എത്തണം. അതത്ര എളുപ്പം സാധ്യമാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇടതുപക്ഷത്തിന് അത് സാധ്യമാകുന്നതേ ഉള്ളൂ. ഒരു
ഒരിക്കൽ കൂടി ഞാൻ പറയാം, കണക്കുകൾ വെച്ചാണ് നമ്മൾ ഈ തിരഞ്ഞെടുപ്പിനെ വിലയിരുത്തുന്നതെങ്കിൽ പരാജയപ്പെട്ടിട്ടില്ല എന്ന പ്രതീതി നമുക്കുണ്ടാവും. പക്ഷേ യഥാർത്ഥത്തിൽ ആ കണക്കുകൾ 2.81% UDF നഷ്ടമാവുകയും 1.81 വോട്ടുകൾ LDF നഷ്ടമാവുകയും ചെയ്യുമ്പോൾ 3.7% വർധനവ് NDAക്ക് ഉണ്ടാവുന്നു എന്നുള്ള ആ മാറ്റത്തിൻ്റെ രാഷ്ട്രീയ രാസപരിണാമം സംഭവിച്ചിരിക്കുന്നത് അടിസ്ഥാനമായി ഈ പൊതുവിടങ്ങളെ കാവ്യവൽക്കരിക്കുന്നതാണെന്നും ആ പൊതുവിടങ്ങളെ കാവ്യവൽക്കരിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന ചില ഒറ്റപ്പെട്ട ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പൊതിച്ചോറ് എന്ന് പറയുന്നൊരു പദ്ധതി. ഞാനത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. DYFIയുടെ പൊതിച്ചോറ് എന്ന് പറയുന്ന പദ്ധതി അന്തർദേശീയ മാധ്യമങ്ങളിൽ പോലും ചർച്ച ചെയ്യപ്പെട്ടു. പക്ഷേ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വികലമായി ഉപയോഗിക്കപ്പെട്ടതും ആശയമാണ്. നിങ്ങൾ മെഡിക്കൽ സ്റ്റോറിൽ പോകുന്ന സമയത്ത് എന്തുകൊണ്ട് സാധനം കിട്ടുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ പൊതിച്ചോറ് വിതരണം ചെയ്യുന്നില്ലേ എന്ന രീതിയിലുള്ള ഒരു ഡിഫൻസിലേക്ക് അത് ഉപയോഗപ്പെടുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ സാംസ്കാരികമായ ഇടങ്ങളെ രാഷ്ട്രീയവൽക്കരിക്കാനുള്ള ശ്രമങ്ങളെ ട്രോളുകയല്ല വേണ്ടത്, അല്ലെങ്കിൽ ട്രോളാൻ വേണ്ടിയുള്ള സാഹചര്യം ഒരുക്കുകയല്ല വേണ്ടത്, അതിനെ തിരിച്ചുപിടിക്കുന്ന രാഷ്ട്രീയ ബോധ്യമാണ് ഉണ്ടാവേണ്ടത് എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ ചുരുക്കുകയാണ്. ഈ ഭരണരംഗത്ത് സംഭവിച്ചിരിക്കുന്നത് സാമ്പത്തിക മാന്ദ്യത്തെ ഒരൊറ്റ നരേറ്റീവിലേക്കാണ് കേരളത്തിലെ മുഴുവൻ തൊഴിലാളി വർഗത്തിൻ്റെ അവസ്ഥയും ഈ സർക്കാർ ചുരുക്കിയത് എന്നതാണ് എൻ്റെ പക്ഷം. അതെന്താണ് ആ നരേറ്റീവ്? കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി സംസ്ഥാന സർക്കാരിനെ ഞെരുക്കുന്നത് കൊണ്ടാണ് നിങ്ങളുടെ പെൻഷൻ വിഹിതം മുടങ്ങിയത്, നിങ്ങളുടെ സിവിൽ സപ്ലൈകോയിലെ സാധനങ്ങൾ ഇല്ലാതെയായത്, നിങ്ങളുടെ കാരുണ്യ ഫാർമസിയിലെ കാസ്പ് പദ്ധതി ഇല്ലാതായത് എന്ന വളരെ ലളിതമായ ഒരു പ്രയോഗത്തിലേക്ക്, ഒരു നരേഷനിലേക്ക്, ആഖ്യാനത്തിലേക്ക് സർക്കാർ പോയി. അത് സാധാരണ വോട്ടർമാരെ സംബന്ധിച്ചിടത്തോളം അവർ കണ്ടിരുന്ന ഒരു സർക്കാരിൽ നിന്ന് തികച്ചും വിഭിന്നമായ ആശയമാണ്. പെൻഷൻ കൃത്യമായിട്ട് വീട്ടിലെത്തിച്ചുകൊണ്ടിരുന്ന കോവിഡ് കാലം, കിറ്റുകൾ വീട്ടിലെത്തിച്ചുകൊണ്ടിരുന്ന കോവിഡ് കാലം, 40 കിലോഗ്രാം അരി ഉച്ചഭക്ഷണത്തിന് പകരമായി വീട്ടിലെത്തിച്ചുകൊണ്ടിരുന്ന ഒരു കാലം. ആ കാലത്തിനപ്പുറത്തേക്ക് ഒഴിഞ്ഞു കിടക്കുന്ന സപ്ലൈകോ എന്ന് പറയുന്നത്, പെൻഷൻ കിട്ടാത്ത കുടിശ്ശിക കിടക്കുന്ന സർക്കാർ എന്ന് പറയുന്നത് ഒന്നാം പിണറായി സർക്കാരിൽ നിന്ന് ഏറെ വിഭിന്നമായ ഒന്നാണ്. സ്വാഭാവികമായും ജനങ്ങളിൽ ആൻറ്റി ഇൻകുംബൻസി ഉണ്ടാവും. അത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ CSDSന്റെ സർവേയിൽ 23-24% സ്വിംഗ് വോട്ടർമാരെ നിശ്ചയിക്കാൻ അത് പര്യാപ്തമാണ്. അതാണ് അടിസ്ഥാനമായിട്ടുള്ള കാര്യം. അപ്പോൾ പല തലങ്ങളിലായി തന്നെ സൂക്ഷ്മമായ പരിശോധന വേണ്ടുന്ന ഒരു പഠനമാണ് ഇവിടെ നടത്തേണ്ടത് എന്നതാണ് എൻ്റെ പക്ഷം. ഒരുപക്ഷെ പാർട്ടി അതിന് തയ്യാറാകും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ആ പാർട്ടിയുടെ അടിസ്ഥാനമായിട്ടുള്ള സ്വഭാവം അത് തന്നെയാണ്. ഇതിൽ വലിയ പരാജയങ്ങൾ നേരിട്ടപ്പോഴും പാർട്ടി ശക്തമായി തിരികെ വരികയും ചെയ്തിട്ടുണ്ട്. എല്ലാ പാർട്ടികളും ജനാധിപത്യത്തിൽ അവരുടേതായ സ്ഥാനം അർഹിക്കുന്നു എന്ന് തന്നെയാണ് എൻ്റെ പക്ഷം. അതുകൊണ്ട് പാഠം പഠിക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. സുജയ, LDF വരും, എല്ലാം ശരിയാകും എന്നും ഉറപ്പാണ് എന്നും പറഞ്ഞ ആളുകളോട് എല്ലാം ശരിയാക്കാതെ ഇരുന്നപ്പോൾ ജനം കൊടുത്ത മറുപടി, അങ്ങനെ ഉറപ്പിക്കേണ്ട, അങ്ങനെ എപ്പോഴും കാൽച്ചുവട്ടിൽ ആ ചവിട്ടും കൊണ്ട് കിടക്കാനായി ഞങ്ങൾ ഉണ്ടാകില്ല, കൃത്യമായി തീരുമാനമെടുത്ത് ആ വോട്ട് കൃത്യമായി രേഖപ്പെടുത്താൻ ഞങ്ങൾക്കറിയാം എന്ന് മലയാളി കാണിച്ചു കൊടുത്തതാണ് ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. ഇത് കണ്ടിട്ട് പാഠം പഠിച്ചാൽ CPIMന് കൊള്ളാം, അല്ലെങ്കിൽ ഇപ്പോൾ ഇരിക്കുന്നത് കൂടി കയ്യിൽ നിന്ന് പോകും എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് ആദ്യം തന്നെ എനിക്ക് നൽകാനുള്ളത്. പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ ആത്മാർത്ഥമായി ഒരു ആത്മപരിശോധന നടത്തിയ വാചകങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതായത് CPIM തോറ്റത് എങ്ങനെയാണ് എന്ന് പറയേണ്ടത് കോൺഗ്രസോ BJPയോ അല്ലെങ്കിൽ പുറത്തു നിൽക്കുന്ന നമ്മളോ അല്ല. അത് ആ പാർട്ടി തന്നെ തിരിച്ചറിയേണ്ട കാര്യമാണ്. അത് തിരിച്ചറിയാൻ ആ പാർട്ടിക്ക്, അത് തിരിച്ചറിഞ്ഞ് തിരുത്താൻ ആ പാർട്ടിക്ക് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ബംഗാളിലെയും ത്രിപുരയിലെയും ഒക്കെ അനുഭവം തന്നെയായിരിക്കും കേരളത്തിലും അവർക്കുണ്ടാവാൻ പോവുക എന്നുള്ളത് ആരും അവരെ പഠിപ്പിക്കേണ്ട കാര്യമില്ല. ആ പാർട്ടിയിലുള്ള ആളുകൾക്കൊക്കെ അതൊക്കെ മനസ്സിലാക്കാനുള്ള കാര്യപ്രാപ്തിയും ശേഷിയും ഒക്കെയുള്ള ആളുകൾ തന്നെയാണ് CPIMൽ ഇരിക്കുന്നത്. ഇവിടെ കണ്ടെത്തുന്നു, ആ വിഷയം എന്താണെന്ന് പഠിക്കുന്നു, അതിനൊന്നും സമയമില്ല. നിങ്ങൾ കണ്ടെത്തി കഴിഞ്ഞു, നിങ്ങൾക്കറിയാം എന്താണ് പ്രശ്നം, എവിടെയാണ് തെറ്റിയത് എന്നുള്ളത്. CPIMന്റെ നേതാക്കൾക്ക് എല്ലാവർക്കും, മുഖ്യമന്ത്രി മുതൽ ഇങ്ങ് താഴെ തട്ടിലുള്ള ആളുകൾക്ക് വരെ കൃത്യമായി അറിയാം എവിടെയാണ് തെറ്റിയത്, എങ്ങനെയാണ് BJP അക്കൗണ്ട് തുറന്നത് എന്നുള്ളത് കൃത്യമായി ആ പാർട്ടിക്കറിയാം. അത് മനസ്സിലാക്കി കഴിഞ്ഞിട്ടും അത് തിരുത്തുന്നതിനുള്ള നടപടി എടുക്കാതെ കണക്കും പറഞ്ഞിരുന്നിട്ട് ഒരു കാര്യമില്ല. ഡോക്ടർ അരുൺ ഇവിടെ പറഞ്ഞതുപോലെയുള്ള ഇതുപോലുള്ള കുറേ കണക്കുകൾ ഇപ്പോൾ പല ഫോറങ്ങളിലും പാർട്ടിയിൽ ചർച്ചയ്ക്ക് വന്നിട്ടുണ്ടാകും. നിങ്ങൾ ആ കണക്ക് നോക്കിയിരുന്നിട്ട് ഒരു കാര്യവുമില്ല. നിങ്ങൾ കാര്യം മനസ്സിലാക്കി തിരുത്താൻ പോയാൽ നിങ്ങൾക്ക് കൊള്ളാം. ഇവിടെ പെൻഷൻ കൊടുത്തു തീർക്കാനായിട്ടില്ല, അതുമാത്രമല്ല ഇങ്ങനെ ഒരു പരാജയത്തിലേക്ക് നയിച്ചത് എന്നൊക്കെയുള്ളൊരു വിലയിരുത്തലിലേക്ക് പോകാനുള്ള സമയമായില്ല എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം കൃത്യമായി ജനങ്ങളിലേക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്തു തരുമെന്ന് ഉറപ്പ് തരികയും ആദ്യഘട്ടത്തിൽ അത് വൃത്തിയായി കൊടുക്കുകയും ചെയ്തതിന് ശേഷം അവരെ പറ്റിക്കുന്ന രീതിയിൽ പൊടുന്നനെ അത് നിർത്തുകയും കൊടുക്കുന്നതിൽ അമാന്തം വരുത്തുകയും ചോദിക്കുന്നവനെ കുറ്റപ്പെടുത്തുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്യുന്ന നിലയിലേക്ക് പോയി കഴിഞ്ഞാൽ മലയാളിയുടെ ഒരു മാനസിക പക്വത എന്ന് പറയുന്നത് മറ്റ് ഇടങ്ങളെക്കാളൊക്കെ വളരെ കൂടിയതാണ്. അവരൊരു കാര്യം അങ്ങ് മനസ്സിലാക്കും, നിങ്ങൾ എന്നെ പറഞ്ഞു പറ്റിച്ചു, എന്നാൽ നിനക്ക് തിരിച്ചൊരു പണി തരാം. അതാണ് കൊടുക്കുക. അത് കൃത്യമായി മലയാളി കൊടുക്കുമെന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട. ഇനി ഈഴവരടക്കമുള്ള പിന്നോക്ക സമൂഹം എവിടെയാണ് വോട്ട് ചോർന്നത് എന്നതിനെക്കുറിച്ചുള്ള ഒരു ഇൻട്രോസ്പെക്ഷനിലേക്ക് ഉണ്ണിസാറൊക്കെ വളരെ വിശദമായി തന്നെ പോയതുകൊണ്ട് ഞാൻ ചുരുക്കി പറയാം. ഈഴവരടക്കമുള്ള പിന്നോക്ക സമൂഹം, അതുപോലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗം, ഇവരെല്ലാം ഇടതുപക്ഷത്തിനൊപ്പം എന്നും ഉണ്ടാകും എന്നൊരു മിഥ്യാധാരണയുണ്ടായിരുന്നു. അത് കൃത്യമായി പൊളിഞ്ഞു. അതിൻ്റെ ഒരു അങ്കലാപ്പും ആശയക്കുഴപ്പവും ഒക്കെ
പാർട്ടിക്ക് നല്ലതുപോലെ ഉണ്ട്, അത് പുറമേ കാണിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഈ വിഭാഗങ്ങളെല്ലാം CPIഎമ്മിനൊപ്പം എക്കാലവും ഉറച്ചു നിന്നിട്ടുള്ള വിഭാഗങ്ങളെല്ലാം അകന്നു പോയി കഴിഞ്ഞിരിക്കുകയാണ്. അത് BJP ഹിന്ദുത്വ രാഷ്ട്രീയം കൊണ്ടുവന്നിട്ടൊന്നുമല്ല, അതൊരു പൊളിറ്റിക്കൽ ഓൾട്ടർനേറ്റീവ് ആണ്. CPIഎമ്മിനേക്കാൾ മികച്ചത് BJP ആണ് എന്നവർ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. അത് CPI മാത്രമല്ല, കോൺഗ്രസും അക്കാര്യം മനസ്സിലാക്കുന്നത് നല്ലതാണ്. പിന്നോക്ക വിഭാഗങ്ങളുടെ വിശ്വാസം അത് പിടിച്ചു നിർത്താൻ കഴിഞ്ഞിട്ടില്ല. ആ വിശ്വാസം തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നതിന് പകരം ഇവിടെ ഇപ്പോൾ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്? ആ പിന്നോക്ക വിഭാഗങ്ങളിലെ ഒരു പ്രധാനപ്പെട്ട പ്രബലമായ വിഭാഗത്തിന്റെ നേതാവായ വെള്ളാപ്പള്ളി നടേശൻ ഇടതുപക്ഷത്തിനൊപ്പം ഉറച്ചു നിൽക്കുകയും ശബരിമല വിഷയത്തിലടക്കം ഇടതുപക്ഷത്തിനൊപ്പം ശക്തമായി നിൽക്കുകയും നവോത്ഥാന സമിതിയുടെ അമരക്കാരനെ നിൽക്കുകയും ഒക്കെ ചെയ്ത വെള്ളാപ്പള്ളി നടേശൻ വരെ തെരുവിൽ പറയുകയാണ്. അല്ലെങ്കിൽ മാധ്യമങ്ങളെ കാണുമ്പോൾ വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് എന്താണ്? മലബാർ പ്രദേശത്ത് കാന്തപുരത്തിന്റെ സപ്പോർട്ട് ഉണ്ടായിട്ട് പോലും ഇടതുപക്ഷത്തിന് മുസ്ലിം വോട്ട് ചെയ്തില്ലല്ലോ. പരസ്യമായി തന്നെ പറയുകയാണ്. അദ്ദേഹത്തിന്റെ വാചകങ്ങളാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറയുന്നു. BJP വരരുതെന്ന് അഖിലേന്ത്യാ തലത്തിൽ ആരാണ് താല്പര്യപ്പെടുന്നത്? അത് മുസ്ലിങ്ങളാണ്. അത് നടപ്പാക്കാൻ സാധിക്കുന്നത് ഇടതുപക്ഷത്തിനല്ല എന്ന് അവർക്കറിയാം. അങ്ങനെ ഒരു മുസ്ലിം കൺസോളിഡേഷൻ ഇവിടെ സംഭവിക്കുന്നു. ഇടതുപക്ഷം എത്ര പ്രീണിപ്പിക്കാൻ ശ്രമിച്ചിട്ടും നിങ്ങൾ തോറ്റുപോയില്ലേ എന്ന് ഇടതുപക്ഷത്തോട് വെള്ളാപ്പള്ളി ചോദിക്കുമ്പോൾ വെള്ളാപ്പള്ളിയെ പഴി പറയുകയല്ല വേണ്ടത്. വെള്ളാപ്പള്ളി പറഞ്ഞതിന്റെ അന്തസത്ത എന്താണ് എന്നുള്ളത് ഉൾക്കൊള്ളുകയാണ് വേണ്ടത്. അതിനുശേഷം വെള്ളാപ്പള്ളിയുടെ ഒരു പ്രസ്താവനയിൽ, ഒരു സൗണ്ട് ബൈറ്റിൽ അദ്ദേഹം അവസാനിപ്പിക്കുന്ന ഒരു വാചകം വളരെ ശ്രദ്ധേയമായി തോന്നി. അതായത് ഇങ്ങനെയാണ് പറയുന്നത്: ഞാൻ ആരുടെയും അടിമയുമല്ല, ഉടമയുമല്ല. ആ ഞാൻ എന്നുള്ളത് ആ ഒരു വിഭാഗത്തിന്റെ കൂടി ഒരു റെപ്രസെന്റേഷനായി മാറുകയാണ്. അപ്പോൾ അങ്ങനെ അടിമയോ ഉടമയോ ആക്കി വെക്കാൻ കഴിയുന്ന രീതിയിൽ നിന്ന് കേരളത്തിലെ ഒരു പൊളിറ്റിക്കൽ ലാൻഡ്സ്കേപ്പ് അത് പൂർണ്ണമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ സുരേഷ് ഗോപിയിലൂടെ BJP അക്കൗണ്ട് തുറന്നതിലൂടെ മനസ്സിലാക്കേണ്ട കാര്യം. ഇനി തകർച്ചയിൽ നിന്ന് കരകയറാൻ എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു കാര്യം കൂടി നമ്മൾ നോക്കേണ്ടതുണ്ട്. അതിനിവിടെ ഈ പറയുന്ന ഇത്രയും വലിയ തോൽവിയിലേക്ക് ഇടതുപക്ഷത്തെ കൊണ്ടുചെന്നിട്ടത് ആലപ്പുഴയിലെ കനൽ കെടുന്നു, ആലത്തൂരിൽ ഒരു കനൽ കെടുന്നു. എന്തായാലും കനൽ ഒരു തരിയാണ് 2019 2024. ആ ഒരു തരിയിൽ നിന്ന് ഒരു ചുവട് പോലും മുന്നോട്ട് വെക്കാൻ കഴിയാതെ പോയതിന് കാരണം പോരാളി ഷാജിമാരാണ് എന്നൊക്കെ പറയുന്നത് അത് അപക്വമായ ഒരു നിലപാടാണ്. കാരണം ഒരു പേജിന്റെ, ഒരു സോഷ്യൽ മീഡിയ പേജിന്റെ അഡ്മിൻ വിചാരിച്ചാൽ തകർക്കാൻ കഴിയുന്നതാണോ ഒരു പാർട്ടിയെ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നേരത്തെ തോറ്റു കഴിഞ്ഞു എന്നുള്ളതാണ് CPIഎമ്മിനോട് പറയാനുള്ളത്. അതിൽ പോരാളി ഷാജി കൊടുക്കുന്ന ഒരു മറുപടിയുണ്ട്: അങ്ങാടിയിൽ തോറ്റതിന് അമ്മയുടെ നെഞ്ചത്തല്ല കയറേണ്ടത് എന്നുള്ളത്. അങ്ങനെ പറഞ്ഞുകൊണ്ട് എന്തൊക്കെയാണ് ഇടതുപക്ഷത്തിന് സംഭവിച്ചിട്ടുള്ള ആശയപരമായിട്ടുള്ള ശോഷിപ്പുകൾ, അതുപോലെ പ്രവൃത്തികൾ നടപ്പാക്കുന്നതിൽ വന്ന പെൻഷൻ, സപ്ലൈകോ, PSC റാങ്ക് പട്ടിക, നവകേരള യാത്ര, രക്ഷാപ്രവർത്തനം വിശേഷിപ്പിച്ച് അങ്ങനെ അക്കമിട്ട് നിരത്തിക്കൊണ്ടുള്ള ഒരു മറുപടി ഇടതുപക്ഷത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഹാൻഡിൽ തന്നെ നൽകുകയാണ്. അതൊക്കെ വളരെ വിശദമായി തന്നെ ഇപ്പോൾ ജനങ്ങൾക്കിടയിൽ ചർച്ചയാവുകയുമുണ്ട്. അപ്പോഴും ചോദിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം, MV ജയരാജൻ അറിയേണ്ടത് പോരാളി ഷാജി കണ്ണൂരുകാരനാണോ തൃശ്ശൂർ? അത് അറിഞ്ഞാലുടനെ ഇടതുപക്ഷത്തിന്റെ പരാജയത്തിന്റെ ആഘാതം അങ്ങ് പോകുമോ? പോരാളി ഷാജി എവിടുത്തുകാരനോ ആകട്ടെ, പോരാളി ഷാജിയാണോ ഇവിടുത്തെ വലിയ പ്രശ്നം? അതാണ് ഇവിടുത്തെ വലിയ പ്രശ്നം എന്ന രീതിയിലാണ് ചർച്ചകൾ മുന്നോട്ട് പോകുന്നത്. ഇവിടെയല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ഫോക്കസ് തെറ്റിപ്പോയിരിക്കുന്നു എന്നുള്ളതാണ് ഇടതുപക്ഷം മനസ്സിലാക്കേണ്ടത്. എക്സിറ്റ് പോൾ വന്നപ്പോൾ ജൂൺ 1 തീയതി പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞത് എന്താണ്? BJP കേരളത്തിൽ അക്കൗണ്ട് തുറക്കില്ല. കേരളത്തിൽ ഇടതുപക്ഷത്തിന് അദ്ദേഹം പ്രവചിച്ചത് 12 സീറ്റാണ്. അതിൽ നിന്നാണ് 1 താഴേക്ക് പോയിരിക്കുന്നത്. അപ്പോൾ ബാക്കി 11 സീറ്റുകൾ അവിടെ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് പാർട്ടി സെക്രട്ടറി ഇതുവരെയും പറഞ്ഞിട്ടില്ല. ഈ 12 എന്നുള്ളത് കൃത്യമായി അദ്ദേഹം പറഞ്ഞ നമ്പറാണ്. അപ്പോൾ നമുക്ക് ഒറ്റ നോട്ടത്തിൽ, ഇവിടെ നിങ്ങളൊക്കെ സൂചിപ്പിച്ചതുപോലെ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇടതുപക്ഷത്തിന് സംഭവിച്ചിരിക്കുന്നത് എന്താണ്? ഒരു ലെഫ്റ്റിസ്റ്റ് ഐഡന്റിറ്റി കൊണ്ടാണ് ഇടതുപക്ഷം, അത് CPM ആയാലും CPI ആയാലും LDFിനൊപ്പം ചേർന്ന് നിൽക്കുന്ന മറ്റു കക്ഷികളൊക്കെ അവരവരുടേതായ ഒരു ഐഡന്റിറ്റി ഉണ്ട്. അവരുടേതായ ഐഡന്റിറ്റി നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫേക്ക് ചെയ്യുകയാണെങ്കിൽ ഒറിജിനൽ എവിടെയുണ്ടോ? BJPയുടെ ഐഡിയോളജി എന്താണ്, ഐഡന്റിറ്റി എന്താണ്? അത് ഒറിജിനലായി ഒരു ഭാഗത്ത് ഇൻടാക്റ്റായി നിൽക്കുകയാണ്. ആ ഇൻടാക്റ്റായി നിൽക്കുന്ന നിങ്ങൾക്ക് വിസിബിൾ ആയിട്ടുള്ള ആ ഒരു പൊളിറ്റിക്കൽ ഓൾട്ടർനേറ്റീവിലേക്ക് കേരളത്തിലെ ജനങ്ങൾ മാറിക്കഴിഞ്ഞു. അതിന് ഇനിയിപ്പോൾ ഫ്രീ ബീസ് കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്കൊപ്പം ഞങ്ങളുണ്ട് എന്നുള്ള ഒരു വ്യാജ കരുതൽ കൊണ്ടൊന്നും പിടിച്ചു നിർത്താൻ കഴിയില്ല എന്നുള്ളത് ഇടതുപക്ഷം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നേരത്തെ നികേഷ് സാർ പറഞ്ഞൊരു കാര്യത്തോടുള്ള ഒരു വിയോജിപ്പ് കൂടി പറയാം. ആറ്റിങ്ങലിൽ ശോഭാ സുരേന്ദ്രൻ ആയിരുന്നെങ്കിൽ ജയിച്ചേനെ, വരത്തനാണ് തിരുവനന്തപുരത്ത് വന്നത്. അങ്ങനെയൊക്കെ നിങ്ങൾ മറ്റു പാർട്ടിയുടെ കുറ്റം കാണാനായി ഇടതുപക്ഷം പോകുന്നതിന് പകരം എനിക്കെന്താണ് പറ്റിയത്, ഞാൻ എന്തുകൊണ്ടാണ് മെച്ചപ്പെട്ട് വരാത്തത്, അങ്ങനെയുള്ള ഒരു ചിന്തയിലേക്കാണ് നമ്മൾ പോകേണ്ടത്. നമുക്കെന്താണ് തെറ്റിയത്, നമ്മൾ എവിടെയാണ് തിരുത്തി മുന്നേറേണ്ടത് എന്നത് നോക്കുന്നതിന് പകരം അവൻ അങ്ങനെ സംഭവിച്ചല്ലോ, അവൻ അല്ലെങ്കിൽ 3 കിട്ടിയേനെ എന്നുള്ള ഒരു കാൽക്കുലേഷനിലേക്കും വിലയിരുത്തലിലേക്കും പോകേണ്ടതില്ല എന്നുള്ളതാണ്. MV ഗോവിന്ദൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് വളരെ കറക്റ്റാണ്. ആ കാര്യം വെച്ച് നോക്കുമ്പോൾ, അതായത് നമ്മൾ നല്ലതുപോലെ തോറ്റു. ഇതെന്ന് പറഞ്ഞാൽ ഒരു വൻ തോൽവിയാണ്. അധികാരത്തിലിരിക്കുന്ന തുടർഭരണം കിട്ടിയ ഒരു സർക്കാരാണ് തോറ്റത്. 2019 സാഹചര്യമല്ല, തരംഗങ്ങളില്ല, തിരമാലയില്ല, സുഖമായി ജയിക്കാമായിരുന്ന സീറ്റുകൾ വരെ കൊണ്ടുപോയി കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ എന്താണ് സംഭവിച്ചത്? മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിലടക്കം വോട്ട് കൂടിയിട്ടുണ്ട്. CPIഎമ്മിന്റെ സ്വന്തം കോട്ടകൾ ഇളകിയിട്ടുണ്ട്. അപ്പോൾ MV ഗോവിന്ദൻ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലടക്കം വോട്ട് കുറഞ്ഞത് എങ്ങനെയാണ് എന്നുള്ളതൊന്നും വിശദീകരിക്കുന്നില്ല എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. തുടർച്ചയായ 2 തെരഞ്ഞെടുപ്പുകളിൽ, നേരത്തെ ഉണ്ണിസാർ പറഞ്ഞു 10 വർഷം കൊണ്ട് BJPയുടെ വോട്ട് വളർച്ചയെ പറ്റി,
അപ്പോൾ ഈ 2019 2024 രണ്ട് തെരഞ്ഞെടുപ്പുകളിലെ CPIMന്റെ തളർച്ചയുണ്ടല്ലോ, അതൊരു പക്ഷാഘാതം വന്ന നിലയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് CPIM. അതിനി അവർ തിരിച്ചറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇടതുണ്ടെങ്കിലേ ഇന്ത്യയുള്ളൂ എന്നുള്ള പരസ്യവാചകമൊക്കെ ചെയ്യിപ്പിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല. ഇങ്ങനെയാണെങ്കിൽ ഇടതുണ്ടാകില്ല, ഇടതില്ലാതാകരുത് എന്നുള്ള ആഗ്രഹം കൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഇനി ഇവിടെ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ അമ്പാടിമുക്ക് സഖാക്കളെയും പോരാളി ഷാജിയെയും ഇതിനെക്കുറിച്ചൊക്കെ അന്വേഷണം തുടങ്ങി എന്നുള്ളതാണ് ഇന്ന് ഈ യൂത്ത് ലീഗ് നേതാവിന്റെ ഹർജിയിൽ പോലീസ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. വ്യാജ വാട്സാപ്പ് സന്ദേശമാണ് സൃഷ്ടിച്ചത്. അപ്പോൾ തെരഞ്ഞെടുപ്പിൽ തോൽക്കാനിടയാക്കിയ പല പല ഘടകങ്ങൾ സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ സംഭവിച്ചിട്ടുണ്ട് എന്നത് മനസ്സിലാക്കി തിരുത്തുന്ന രീതിയിലുള്ള ഒരു കാര്യം ഇതുവരെയും കണ്ടില്ല. പിന്നെ കണ്ണൂരിലുള്ള ചിലരൊക്കെ പറഞ്ഞ ഒരു കാര്യമാണ്, അതായത് ഈ അണികളെയും അനുഭാവികളെയും ഒക്കെ കണ്ട് വോട്ട് ചോദിക്കാൻ പോകുമ്പോഴേക്കും അതിനൊപ്പം ഇലക്ഷൻ ഫണ്ടിന്റെ ഒരു രസീത് കുറ്റിയും ഉണ്ടായിരുന്നു. അപ്പോൾ ആ രസീത് കുറ്റിയുമൊക്കെയായി പോയിട്ട് ആളുകളെ വെറുപ്പിച്ചോ എന്നതുകൂടി പരിശോധിക്കേണ്ടതാണ്. ചിലരൊക്കെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1000 ചോദിച്ചു, ഞങ്ങൾ 300 കൊടുത്തത് എന്നുള്ളതാണ്. പിന്നെ പാർട്ടി പത്രം നിർബന്ധിച്ച് വരിക്കാരാക്കിയത് കൊണ്ടൊന്നും ഇടതുപക്ഷത്തിന്റെ ഒരു ഐഡിയോളജിയിലേക്ക് പെട്ടെന്ന് ആളുകൾ ഷിഫ്റ്റ് ചെയ്ത് വരികയില്ല. ആളുകൾ പ്രത്യേകിച്ചും മലയാളികൾ ആലോചിച്ചുറപ്പിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. പിന്നെ ഇവിടെ ഈ ഹിന്ദുത്വ ഐഡിയോളജി കൊണ്ടൊന്നുമല്ല കേരളത്തിൽ BJP വളരുന്നത്. ഇവിടെ നേരത്തെ പാനലിൽ പലരും സൂചിപ്പിക്കുന്നത് കണ്ടു. ഹിന്ദുത്വ ഐഡിയോളജി ഒന്നുമല്ല, കൃത്യമായി ഡെവലപ്മെന്റ് പൊളിറ്റിക്സ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട് നരേന്ദ്രമോദിയും ടീമും. അതിൽ ആകർഷകരായി ആളുകൾ ഷിഫ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഷിഫ്റ്റ് ചെയ്തവർ അവിടെ തന്നെ നിൽക്കും. അവരിനി തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കേണ്ട, ആ വഴി നോക്കുകയും വേണ്ട. ആ വഴിയെ കൂടുതൽ പേർ നടക്കുന്നത് കണ്ടു നിൽക്കാം. സ്വന്തം ഭാഗത്തുള്ള ആളുകൾ ചോർന്നു പോകേണ്ട എന്നുണ്ടെങ്കിൽ കൃത്യമായി മനസ്സിലാക്കി തിരുത്തുക, അല്ലെങ്കിൽ ത്രിപുരയിലും ബംഗാളിലും പോലെ നോക്കിയിരിക്കാം. അപ്പോൾ ഡെവലപ്മെന്റ് പൊളിറ്റിക്സ് ഉത്തർപ്രദേശിലില്ലായിരുന്നോ? കേരളത്തിലെ കാര്യമാണല്ലോ സർ ചർച്ച ചെയ്യുന്നത്. ഇന്ത്യയിലല്ലേ ലോക്സഭ? കേരളത്തിലെ കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ ചർച്ച. ഉത്തർപ്രദേശിൽ പിണറായിയും ഇല്ല, CPM-ഉം ഇല്ല. അവിടെ യോഗിയാണ് ഉള്ളത്. ഒരു കാര്യം കൂടി പറഞ്ഞത് അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. അവസാനത്തെ ഭാഗമാണ്, അതായത് വെള്ളാപ്പള്ളി നടേശൻ്റെ കാര്യം നേരത്തെ സ്മൃതി സൂചിപ്പിച്ചതുപോലെ ഈ സർക്കാർ ആദ്യം ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം സൂക്ഷ്മമായ പരിശോധന വിധേയമാക്കുമ്പോൾ ആ നവോത്ഥാന സമിതിയുടെ തലപ്പത്ത് നിന്ന് ആ വെള്ളാപ്പള്ളി സമിതി തന്നെ വേണം എന്ന അഭിപ്രായം എനിക്കില്ല. അതിൻ്റെ തലപ്പത്ത് നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കുക എന്നുള്ളതാണ്. ഇത്രയും അധികം വളരെ പുരോഗമന വിരുദ്ധമായിട്ടുള്ള പിന്തിരിപ്പനായ ഇസ്ലാമോഫോബിക്കായ ഒരു സ്പോക്ക് പേഴ്സണെ എങ്ങനെയാണ് നവോത്ഥാന സമിതിയുടെ തലപ്പത്ത് വയ്ക്കുക എന്നെനിക്കിനിയും മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ്. അജ്മാൻ കേസിൽ സ്വന്തം മകൻ കുടുങ്ങുമ്പോൾ രക്ഷപ്പെടുത്താൻ വന്ന MA യൂസഫലിയെ മറന്നുപോയി. അതിനുശേഷമാണ് ഇവിടെ ഈ കേസെല്ലാം വിട്ടിട്ട് പിന്നീട് വെള്ളാപ്പള്ളി നടേശൻ ഈ രീതിയിൽ PP സുനീറിൻ്റെ മതം അന്വേഷിച്ച് പോകുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നത്. ലവ് ജിഹാദിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഇതേ വെള്ളാപ്പള്ളി നടേശൻ. അവിടെയാണ് ഈ സാംസ്കാരിക പക്ഷത്തെ ഇടതുപക്ഷത്തിൻ്റെ കൂടെ തണലിൽ എങ്ങനെയാണ് ഈ പറയുന്ന പൊതുമണ്ഡലങ്ങൾ കാവ്യവൽക്കരിക്കപ്പെടുന്നത് എന്നതിൻ്റെ ഏറ്റവും നല്ല എക്സാമ്പിളാണ് നവോത്ഥാന സമിതിയുടെ തലപ്പത്തിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ. നേരത്തെ ഒരു കാര്യം കൂടി എൻ്റെ ഭാഗത്തുനിന്ന്, അതായത് നേരത്തെ അരുൺ കൃത്യമായി സൂചിപ്പിച്ചു, അത് ശരിയുമാണ്. ഇപ്പം ഞാൻ സംസാരിച്ചപ്പോൾ കേരളത്തിൽ ഈ പറയുന്ന പെൻഷൻ കൊടുക്കുക, അല്ലെങ്കിൽ ഉച്ചക്കഞ്ഞി ഉറപ്പാക്കുക, മരുന്ന് ഉറപ്പാക്കുക, ഇത്തരമൊക്കെ കാര്യങ്ങൾ ചെയ്താൽ സ്വീപ്പിംഗ് വിക്ടറി ഉണ്ടാകുമോ എന്നുള്ള ഒരു ചോദ്യം ഉണ്ടായിരുന്നല്ലോ. നിശ്ചയമായും അതിന് വളരെ പ്രധാനപ്പെട്ട റോളുണ്ട് കേട്ടോ. അതില്ല എന്നല്ല ഞാൻ പറയുന്നത്, അത് നിരാകരിച്ചുകൊണ്ടല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ 23% മാത്രമായിരുന്നു എൻ്റെ തീരുമാനത്തിൽ ആ വിഷയങ്ങൾ എന്ന് കണ്ടെത്തുമ്പോൾ അത് സ്വിംഗ് വോട്ട് തന്നെയാണ്, ഒരു സംശയവുമില്ല. അതൊക്കെ വേണമെങ്കിൽ സ്വിംഗ് ചെയ്യിപ്പിക്കാം. പക്ഷേ ഞാൻ പറയുന്നത് ആ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഈ ചോർച്ചയെക്കുറിച്ച്, ഈ രാഷ്ട്രീയമായി ഉണ്ടായിരിക്കുന്ന തിരിച്ചടി ഉണ്ടല്ലോ, ഈ ഐഡിയോളജിക്കലായി ഉണ്ടായിരിക്കുന്ന തിരിച്ചടി, അത് അന്വേഷിക്കപ്പെടേണ്ടതുണ്ട്. ആ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ ബാധ്യസ്ഥമാണ് ഇടതുപക്ഷം. ഒരു എന്താ പറയുക, കേരളത്തിൻ്റെ തന്നെ മുന്നോട്ട് പോക്കിന് അത് അനിവാര്യമാണ്. കേരളത്തിൻ്റെ ഇപ്പോൾ നിലനിൽക്കുന്ന സാമൂഹിക ഘടനയുടെ ശക്തിയെ തുടർന്നും നിലനിർത്താൻ അത്തരം അന്വേഷണങ്ങളും പഠനങ്ങളും അനിവാര്യമാണ്. അങ്ങോട്ടേക്ക് കൂടി അത് വികസിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ ട്രൂ കോപ്പി തിങ്ക് എന്ന് പറയുന്ന ഓൺലൈൻ മാഗസിനിൽ K ജയദേവൻ എഴുതിയിട്ടുള്ള വിശദമായൊരു ആർട്ടിക്കിളുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള പഠനങ്ങളിലെ ഏറ്റവും നല്ല നിരീക്ഷണം വന്നിരിക്കുന്നത്, എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് അറിയില്ല, ജയദേവൻ്റെ ആർട്ടിക്കിളാണ്. ആ ആർട്ടിക്കിൾ ഈ വിഷയം വളരെ ഗൗരവത്തോടു കൂടി ഉന്നയിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് ഈ സർക്കാരിൻ്റെ മുഖം മിനുക്കും, ധാർഷ്ട്യം അകറ്റും, ക്ഷേമ പെൻഷൻ കൊടുക്കും, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കപ്പുറത്ത് ഇത്തരത്തിലൊരു രാഷ്ട്രീയ സമസ്യയെ കേരളത്തിലെ ഇടതുപക്ഷം അഭിസംബോധന ചെയ്യാൻ ബാധ്യസ്ഥമായിരിക്കുന്നു എന്നുള്ളത്. ഈ ജയദേവൻ്റെ പ്രയോഗമാണ് ഈ പൊളിറ്റിസൈസേഷൻ ഓഫ് കൾച്ചർ എന്നുള്ളത്. അതിന് എനിക്ക് തോന്നുന്നു അദ്ദേഹം അവലംബിക്കുന്ന ഒരു പക്ഷേ ഈ ക്രിസ്റ്റഫർ ജാഫർലോട്ടിൻ്റെ ആശയം തന്നെയാണ്. അതായത് പൊതുമണ്ഡലങ്ങളിൽ കാവ്യവൽക്കരിക്കപ്പെടുന്നത് നമ്മുടെ കൺമുന്നിൽ നടക്കുന്നു എന്നുള്ളതാണ്. അത് പണ്ട് ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചുണ്ടായിരുന്നു കേട്ടോ. ക്ഷേത്രങ്ങളുടെ സംഘാടക സമിതിയിൽ RSS പ്രവർത്തകർ വരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല നടക്കുന്നത്. അത് എവിടെയൊക്കെ നിങ്ങളുടെ സാംസ്കാരികമായ ഇടങ്ങളിൽ നേരിട്ടല്ല കടന്നു വരുന്നത്, എപ്പൊളിറ്റിക്കലായിട്ടാണ്. അവിടെയാണ് സുരേഷ് ഗോപി എന്ന് പറയുന്നത് എങ്ങനെയാണ്, സുരേഷ് ഗോപിയുടെ സ്റ്റൈൽ ഓഫ് ഫംഗ്ഷനിങ് എന്ന് പറയുന്നത് എങ്ങനെയാണ് വരുന്നത്. അഴിമതി വിരുദ്ധ പ്രതിച്ഛായയിൽ അവതരിക്കുന്നുണ്ട്, അതേപോലെ എപ്പൊളിറ്റിക്കലായിട്ട് വരുന്നുണ്ട്, ക്ലബ്ബുകളായിട്ട് വരുന്നുണ്ട്, വ്യക്തി എന്ന നിലയിലുള്ള പ്രതിച്ഛായയായിട്ട് വരുന്നുണ്ട്, മാതൃവന്ദനമായിട്ട് വരുന്നുണ്ട്, ഗുരുപൂജയായിട്ട് വരുന്നുണ്ട്. ഇതെല്ലാം
ഇതെല്ലാം വരുന്നത് അതേ സാഹചര്യത്തിൽ ഇന്ദർകുമാർ മെഘ്വാൾ എന്ന് പറയുന്ന കുട്ടിയെ അവിടെ തല്ലിക്കൊല്ലും. പക്ഷേ അതെല്ലാം വളരെ സമർത്ഥമായിട്ട് ഒരു ഇലക്ഷൻ മാനേജ്മെൻറ്റിലൂടെ ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അതിന് പാർട്ടിക്ക് പഠിക്കാനും അത് മനസ്സിലാക്കാനും സാധാരണ ജനങ്ങളെ ബോധ്യപ്പെടുത്താനും കഴിവുണ്ടാവണം എന്നുള്ളതാണ്. ഒരടരിലല്ല ഈ പരാജയം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ സാംസ്കാരിക തലത്തിൽ, രാഷ്ട്രീയ തലത്തിൽ, ഒപ്പം തന്നെ സാമ്പത്തിക തലത്തിലും ഭരണതലത്തിലും വലിയ മാറ്റങ്ങൾ പാർട്ടിയിൽ ഉണ്ടാവേണ്ട സമയമാണ്. കൂടിയാലോചനകൾ ഉണ്ടാവും എന്ന് നമുക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് വിമർശനം കൂടി പരിശോധിക്കേണ്ടതല്ലേ? വെള്ളാപ്പള്ളി പറഞ്ഞ ന്യൂനപക്ഷ പ്രീണന നയം എന്നൊരു വാചകം അവിടെ കിടപ്പുണ്ട്. അതിനോട് ഇതുവരെ ഇടതുപക്ഷം പ്രതികരിച്ചിട്ടില്ല. നോക്കൂ, അത്തരമൊരു മുസ്ലിം പ്രീണനത്തിന് വേണ്ടിയാണ് ഇടതുപക്ഷം പോയത് എന്നുള്ളൊരു നരേറ്റീവ് ഉണ്ട്. പക്ഷേ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്നയാൾക്ക് അത് പറയാൻ എന്ത് യോഗ്യതയാണുള്ളതെന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. അയാൾ ആരെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? വെള്ളാപ്പള്ളി നടേശൻ ആരെയാണ്, ഏത് ഭാഗത്ത് റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ടാണ് പറയുന്നത്? ഈ ഹിന്ദുക്കളെ NSSനെ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ടോ വെള്ളാപ്പള്ളി നടേശൻ? ഇല്ലല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്. അവിടെയാണ് ഈ സർക്കാരിന് തെറ്റുപറ്റിയത്. അദ്ദേഹത്തിനെതിരെയുള്ള ഫിനാൻസിങ്ങിന്റെ കേസുകൾ വരുന്ന സമയത്ത് അദ്ദേഹത്തിന് കേസുകൾ ഒഴിവാക്കാൻ ഓരോ രാഷ്ട്രീയ ചേരി നിൽക്കണം. ഒരു കേസ് വരുമ്പോൾ ഒരു ഭാഗത്ത് നിൽക്കും, ആ കേസ് ഒഴിവാക്കി കൊടുക്കും. അന്വേഷണം വരാതിരിക്കാൻ മറുഭാഗത്ത് നിൽക്കും. അവിടെ നിന്നുകൊണ്ട് ഇവിടെ പറയും. പ്രീതി നടേശൻ പറഞ്ഞിരിക്കുന്ന വളരെ സ്റ്റേറ്റ്മെന്റുകളുണ്ട്. ഇതിന്റെ അന്ന് നവോത്ഥാനം അതിൽ കിട്ടുന്ന സമയത്ത് പറയുന്നുണ്ട്, രഹസ്യമായിട്ട് നടപ്പാക്കേണ്ടതല്ല നവോത്ഥാനം എന്ന് പറയുന്നുണ്ട്. രാത്രിയുടെ മറവിൽ ഒരൊറ്റ കാര്യം വെള്ളാപ്പള്ളി നടേശൻ ആലോചിക്കേണ്ടത്, 1979 ജനതാ സർക്കാർ മണ്ഡൽ കമ്മീഷനെ നിയമിക്കുന്നത്. ആ മണ്ഡൽ കമ്മീഷനാണ് ഈ രാജ്യത്തെ പിന്നാക്ക വിഭാഗങ്ങൾക്ക് സർക്കാർ ജോലിയിൽ 27% സംവരണം നൽകണമെന്ന് നിർദ്ദേശിച്ചത്. ഒരൊറ്റ സർക്കാരുകളും അതിനുശേഷം വന്ന കോൺഗ്രസ് സർക്കാരുകളാണ് വന്നത്. അതെല്ലാം അട്ടത്ത് വെച്ചിരിക്കുകയായിരുന്നു. 1990 VP സിംഗാണ് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കുന്നത്. അങ്ങനെയാണ് പിന്നാക്ക സമുദായങ്ങൾക്ക് 27% സംവരണം ഉണ്ടായത്. ആ സമരത്തെ എതിർത്ത പാർട്ടി ആരാണെന്നറിയാം? BJP ആണ്. അതിൻ്റെ പേരിൽ ഒരാൾ സെൽഫ് ഇമ്മൊലേഷൻ നടത്തിയിട്ടുണ്ട്. സ്വയം എന്താ പറയുക, ആത്മാഹൂതി നടത്തിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പേര് രാജീവ് ഗോസ്വാമി എന്നാണ്. അദ്ദേഹം 2004 മരിക്കുന്നത്. വലിയ പൊള്ളലേറ്റ് ഈ രാജ്യം ഞെട്ടിയ ഒരു സമര രീതിയായിരുന്നു. സെൽഫ് ഇമ്മൊലേഷൻ എന്നുള്ള വാക്ക് സത്യത്തിൽ ഞാൻ പഠിക്കുന്നത് ആ സമരത്തിൽ നിന്നാണ്, 90. അപ്പോൾ അത് ഓർക്കണം വെള്ളാപ്പള്ളി നടേശൻ. ഈ പറയുന്ന നമ്പൂതിരി മുതൽ നായാടി വരെ സംഘടിപ്പിക്കാൻ നിൽക്കുമ്പോൾ ആ നമ്പൂതിരി ബ്രാഹ്മണ്യത്തിൻ്റെ പേരിൽ റോഡിലിറങ്ങി നടക്കാൻ കഴിയാതെ, പൊതുവഴിയിലിറങ്ങി നടക്കാൻ കഴിയാതെ, ആരാധനാ സ്വാതന്ത്ര്യമില്ലാതെ ജീവിച്ചൊരു സമുദായത്തിൻ്റെ പ്രതിനിധിയാണ്. അതിനെതിരെ പോരാടിയ കുമാരനാശാനെ പോലെ ഒരാൾ ഇരുന്ന കസേരയിലാണ് ഇപ്പോൾ ഈ പറയുന്ന എന്താ ജാതിഭേദം, ഏതുമില്ലാതെ സർവരും. അതുമാത്രമല്ല, കുമാരനാശാൻ പറഞ്ഞ എന്താണെന്നറിയോ? തൊട്ടുകൂടാത്തവർ തീണ്ടിക്കൂടാത്തവർ ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവർ മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയം അല്ലെങ്കിൽ മാറ്റും അതികളിൽ നിങ്ങളെത്താൻ എന്ന് പറഞ്ഞ കുമാരനാശാൻ ഇരുന്ന കസേരയിലാണ് ജനറൽ സെക്രട്ടറി ആയിട്ട് ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ ഇരിക്കുന്നത് എന്നുകൂടി ഓർക്കണം. ഇനി വെള്ളാപ്പള്ളി നടേശൻ്റെ ഇതൊക്കെ വരുന്നതിന് മുൻപ് നമ്മുടെ ആരിഫ് MP എഴുതിയൊരു കവിതയുണ്ടായിരുന്നു. 2 വാചകം അതിൽ അവസാനിപ്പിക്കാം. അപ്പോഴെല്ലാം ഞാൻ കരുതി, ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിതെന്നോതിയ ഗുരുദേവനുണ്ടല്ലോ രക്ഷിക്കാൻ. ഇപ്പോഴിതാ കാണുന്നു ഗുരുദേവനെയും തട്ടിക്കൊണ്ടുപോകുന്നു. പല മതസാരവുമേകമെന്ന ഒരുമയുടെ നിർമ്മിതിക്കല്ല, നായാടി മുതൽ നമ്പൂതിരി വരെ ഒന്നിപ്പിക്കാൻ ഈഴവ വികാരം വ്രണപ്പെടാതിരിക്കാൻ ഞാനൊരക്ഷരം മിണ്ടുന്നതേയില്ല. അങ്ങനെ ഇരുന്നിരുന്ന് ഞാൻ മിണ്ടാപ്രാണിയായി മാറുന്നു എന്നുള്ളതാണ്. സ്വന്തം സ്വാർത്ഥതയ്ക്കായി തട്ടിക്കൊണ്ടുപോയ ദൈവങ്ങളെയെല്ലാം വിശ്വാസികൾക്ക് ആരാധിക്കാനായി തിരികെ നൽകണമെന്ന് പറയാൻ ഞങ്ങൾ മിണ്ടാപ്രാണികൾക്കാവില്ലല്ലോ എന്നാണ് ആരിഫിനെ കുറിച്ച് വെള്ളാപ്പള്ളി പറഞ്ഞിട്ടുണ്ട്. നിർത്തരുതെന്ന് ഞാൻ ഉത്തരവാദിത്തപ്പെട്ടവരോട് പറഞ്ഞതാണ്, നിർത്തി അനുഭവിച്ചു. കഴിഞ്ഞ തവണ ഭൂരിപക്ഷം കുറച്ചത് വെള്ളാപ്പള്ളിയാണെന്ന് പറഞ്ഞതിനുള്ള തിരിച്ചടി അതിപ്പോൾ കിട്ടിയെന്നാണ് ആരിഫിന്റെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ചും വെള്ളാപ്പള്ളി പ്രീതി നടേശൻ വോട്ട് പിടിക്കാൻ പോയത് ശോഭാ സുരേന്ദ്രനാണ്. പക്ഷേ അവിടെ വിജയിച്ചത് KC വേണുഗോപാലാണ് എന്നൊരു പ്രത്യേകതയും കൂടി ആലപ്പുഴ മണ്ഡലത്തിനുണ്ട് എന്നുള്ളത്. വെള്ളാപ്പള്ളിക്ക് വഴങ്ങാത്ത കേസ് തോൽപ്പിക്കുക എന്നതായിരുന്നു വെള്ളാപ്പള്ളിയുടെ ലക്ഷ്യമെന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷേ KC ആണ്, എനിക്കൊരു KC ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ശത്രു വെള്ളാപ്പള്ളി. KC തോൽക്കുമെന്നാണ് എപ്പോഴും പറയുന്നത്. അതുകൊണ്ട് പക്ഷേ ആരിഫിന്റെ കാര്യം കൃത്യമായി ഉത്തരവാദിത്തപ്പെട്ടവരോട് പാർട്ടി സംസ്ഥാന നേതാക്കളോട് നിർത്തരുതെന്ന് ആവശ്യപ്പെട്ടു എന്നാണ് വെള്ളാപ്പള്ളി പറയുന്നത്. അപ്പോൾ CPM പാഠം പഠിക്കുമോ എന്നതായിരുന്നു ചോദ്യം. 4 പേർ യെസ് നോ എന്ന് വൺ. ആ നോ നികേഷ് സാറാണ്, ഞാനാണ്. Meet the editors.